Hi dear friends, welcome to Chalkboard Stories. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് 10th പ്രിലിംസിന്റെ സ്റ്റേജ് 3യുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നത്. 11/25 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വരും ജൂലൈ 18 തീയതിയാണ് പ്രിലിംസ് വരുന്നത്. ബെവ്കോ എൽഡിക്കും അതേപോലെ തന്നെ കമ്പനി ബോർഡ് LGSനും ഒക്കെ ആയിട്ടുള്ള ഒറ്റ പ്രിലിംസ് ആണ് വരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയധികം എന്താണ് എക്സാമിന് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗാന്ധിജി, രാധാകൃഷ്ണൻ, ലക്ഷ്മണസ്വാമി, മുതലിയാർ, DS കോത്താരി. ആരുമായിട്ടാണ്? അത് ഡോക്ടർ DS കോത്താരിയാണ്. അതായത് 1964 ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയത്തെ പറ്റി പഠിക്കാനായിട്ട് ഒരു കമ്മീഷൻ രൂപവൽക്കരിക്കുന്നുണ്ട്. അതിന്റെ അധ്യക്ഷനായിരുന്നു ആര്? നമ്മുടെ DS കോത്താരി. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ കമ്മീഷനെ എന്തറിയപ്പെടുന്നത്? DS കോത്താരി അല്ലെങ്കിൽ കോത്താരി കമ്മീഷൻ എന്നറിയപ്പെടാനുള്ള റീസണും എന്തായിരുന്നു? ഈ ഒരു കാരണം കൊണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഏതാണ്? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഡോക്ടർ DS കോത്താരിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം എന്ന് പറയുന്നത്. നമുക്കറിയാം 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ എന്ത് ചെയ്യുന്നത്? ഒരു സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അഥവാ UDHR എന്ന് പറയുന്നത്, അത് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 ആചരിക്കുന്നത്. ഇനി അങ്ങനെയാണ് ഒരു ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം വരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഏത് വർഷമാണ്? അത് 1993 അങ്ങനെ നമുക്ക് എന്ത് വരുന്നുണ്ട്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാനങ്ങളിലും എന്ത് വരുന്നുണ്ട്? മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിസംബർ 1 പ്രത്യേകത എന്താണ്? ഡിസംബർ 1 എന്ന് പറയുന്നത് വേൾഡ് എയ്ഡ്സ് ഡേ ആണ്. ലോക എയ്ഡ്സ് ദിനമാണ് എന്ത്? നമ്മുടെ ഡിസംബർ 1 എന്ന് പറയുന്നത്. ഡിസംബർ 24 ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നാഷണൽ കൺസ്യൂമർ ഡേ അഥവാ ഉപഭോക്തൃ ദിനം. ദേശീയ ഉപഭോക്തൃ ദിനമാണ് എന്തെന്ന് പറയുന്നത്? ഡിസംബർ 24 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് അങ്ങനെ പറയുന്നത്? അതാണ് മെറ്റർണിക്. ആരാണ്? മെറ്റർണിക്. നമ്മുടെ വിപ്ലവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ ഈ കോട്ട് എന്ന് പറയുന്നത്. ഇനി എങ്കിൽ ചോദിക്കട്ടെ, ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? ഞാനാണ് രാഷ്ട്രം. ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുന്നതൊക്കെയാണ് ഇതൊക്കെ. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 14 ലൂയി 14 ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത്. എങ്കിൽ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ്? എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് അത് ലൂയി 15 ലൂയി 15 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് തിന്നൂടെ എന്ന് പറഞ്ഞത് ആരാണ്? റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് തിന്നൂടെ. അതായത് ഭക്ഷണം പോലും ഇല്ലാതിരുന്ന സമയത്ത് അവിടുത്തെ സ്ത്രീജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ അവിടുത്തെ റൊട്ടി ഇല്ല എന്നും പറഞ്ഞിട്ടാണ് മാർച്ച് നടത്തുന്നത്. അപ്പൊ അവിടുത്തെ ആ രാജ്ഞി ചോദിക്കുകയാണ് റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് തിന്നൂടെ എന്നുള്ളത്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്ഥിരം കഴിക്കുന്ന സാധനം എന്താണ്? കേക്കാണ്. ആ ഒരു കൺസെപ്റ്റിലാണ് അവർ അങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ എന്താണ്? അതാരാണ്? മേരി അന്റോണിറ്റ്. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. മേരി അന്റോണിറ്റ് ആണ് എന്ത് പറയുന്നത്? റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് തിന്നൂടെ. ഇനി ചോദിക്കുന്നു, മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് പറയുന്നത് ആരാണ്? അത് റൂസോയാണ്. ഓക്കെ, അപ്പൊ ഏതാണ്? റൂസോ. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, അവൻ എല്ലായിടത്തും ചങ്ങലകളിലാണെന്ന് പറയുന്നത് റൂസോയാണ്. റൂസോ, വോൾട്ടയർ, മൊണ്ടസ്ക്യൂ. ഫ്രാൻസുമായി ബന്ധപ്പെട്ട് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട തത്വചിന്തകരാണ് ആരൊക്കെ? റൂസോ, വോൾട്ടയർ, മൊണ്ടസ്ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാര്? ആരാണ് കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്നത്? വാഗ്ഭടാനന്ദൻ, ശ്രീനാരായണ ഗുരു, കൂറൂളി ചേകോൻ, അയ്യങ്കാളി. ആരാണ്? അത് കൂറൂളി ചേകോൻ ആണ് കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ 19ാം നൂറ്റാണ്ടിന്റെ സമയത്ത് വടക്കൻ മലബാറിൽ ഉണ്ടായിരുന്ന എന്താണ് ഫ്യൂഡൽ പ്രമാണിമാർക്കൊക്കെ എതിരെയുള്ള പോരാടിയ ഒരു ഇതിഹാസ നായകനാണ് ആര്? കൂറോളി ചോഗാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കേരളത്തിലെ റോബിൻ ഹുഡ് എന്ന്. അതായത് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ധനികരിൽ നിന്നൊക്കെ ഓരോന്നൊക്കെ പിടിച്ചു പറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പാവപ്പെട്ടവർക്ക് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ റോബിൻ ഹുഡ് എന്നറിയപ്പെട്ട വ്യക്തിയുമാണ് ആര്? കൂറോളി ചോഗോൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം.
രാജ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി എവിടെയാണത്? എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്. ഡിജിറ്റൽ കോടതി കൊല്ലം. സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി എവിടെയാണ്? കൊല്ലമാണ്. ഓക്കെ, അതായത് ഈ പറയുന്ന എന്താണ് ചെക്ക് കേസുകൾ പോലുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് കേസുകൾ പരിഗണിക്കുന്നതിനായി രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി ആരംഭിച്ചത് കൊല്ലം ജില്ലയിലാണ്. ഓക്കെ ആണല്ലോ. ഇനി അതേപോലെ കേരള ഹൈക്കോടതിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് പരീക്ഷയ്ക്ക് മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത ഹൈക്കോടതി ഏതെന്ന് ചോദിക്കാറുണ്ട്. അതേതാണ്? കേരള ഹൈക്കോടതിയാണ്. അതായത് നമ്മുടെ ഫയലിംഗ് മുതൽ കേസ് തുടങ്ങുന്ന അത് മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും എന്താണ്? ഡിജിറ്റൽ സംവിധാനത്തിലേക്കാണ് അത് മാറുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? കടലാസ് രഹിത കോടതി അഥവാ പേപ്പർലെസ് ഹൈക്കോടതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കൊല്ലത്തും കടലാസ് രഹിത രാജ്യത്തെ കടലാസ് രഹിത കോടതി ചോദിച്ചാൽ അത് കേരള ഹൈക്കോടതിയുമാണ്. ഗ്രീനിച്ച് സമയം 0 ഡിഗ്രി അതായത് 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയെന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ എപ്പോഴും കണക്കാക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഗ്രീനിച്ച് ടൈമിനേക്കാൾ ഇന്ത്യയിലെ സമയം എന്ന് പറയുന്നത് 5.5 മണിക്കൂറാണ്. 5.5 മണിക്കൂർ വ്യത്യാസമാണുള്ളത്. എത്രയാണ്? 5.5 മണിക്കൂർ. എങ്ങനെയാണ്? നമ്മൾ മുന്നിലാണ്, 5.5 മണിക്കൂർ മുന്നിൽ. അപ്പൊ ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോ നമ്മുടെ സമയം ചോദിച്ചാൽ എന്ത് ചെയ്യണം? പ്ലസ് ഈ പറയുന്ന 5.5 മണിക്കൂർ കൂട്ടിയാൽ മതി. 5.5യോട് 2 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7.5 എന്ന് കിട്ടും. 7.5 എന്ത് AM ആണോ PM ആണോ? 7.5 PM ആണ്. ഓക്കെ, അപ്പൊ ഗ്രീനിച്ച് സമയത്തേക്കാൾ ഇന്ത്യയിലെ സമയം എന്താണ്? 5.5 മണിക്കൂർ മുന്നിലാണ്. അപ്പൊ 2 PM ആകുമ്പോൾ എന്ത് ചെയ്യണം? 5.5 കൂട്ടണം. 1 ചോദിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? 1 പ്ലസ് എന്ത് ചെയ്യണം? 5.5 കൂട്ടണം. ഓക്കെ, അപ്പൊ 5.5 ആൻസർ വരേണ്ടത് ഏതാണ്? 7.5 PM ആണ്. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച് സർക്കാർ നയമാണ് ധനനയം എന്ന് പറയുന്നത്. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളത്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് ഓൾറെഡി നമ്മൾ ക്ലാസ് ചെയ്യുന്നുണ്ട്. SCRT നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ബോക്സ് തന്നെ അവർ തന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്? ഇവയെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അതായത് ഒരു രാജ്യത്തിന് എന്തൊക്കെ വേണം, എന്തൊക്കെ സാമ്പത്തിക വളർച്ച കൈവരിക്കാനായിട്ട് എങ്ങനെയൊക്കെയാണ് ആ ഒരു വരുമാനത്തെയും ചെലവിനെയൊക്കെ ക്രമീകരിക്കുന്നതെന്ന് പറയുന്നതിനെയാണ് നമ്മൾ ധനനയം എന്ന് പറയുന്നത്. ഓരോ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്? കേന്ദ്ര സർക്കാർ ബജറ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ധനനയം പറയും. ഓക്കെ, ധനനയവുമുണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? പണനയവുമുണ്ട്. പണനയം അഥവാ മോണിറ്ററി പോളിസി എന്ന് പറയും. മോണിറ്ററി പോളിസി നടപ്പാക്കുന്ന എന്താണ്? കേന്ദ്ര ബാങ്കാണ്. കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ് ധനനയത്തിന്റെ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് RBIയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. അതും ശരിയാണ്. ധനനയം അതായത് ബജറ്റിലൂടെയാണ് നടപ്പിലാക്കുന്നതെങ്കിലും അതിന്റെ ഒരു ഏജന്റ് ആയിട്ട് കറക്റ്റ് അതിന്റെ മോണിറ്റർ ചെയ്യുന്നതും ബാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ RBI ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് RBIയുമായി ബന്ധപ്പെട്ട പ്രസ്താവന എന്ന് പറഞ്ഞ് അത് ശരിയായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ധനനയം ധനകാര്യ മന്ത്രാലയം അഥവാ സർക്കാരാണ്. പണനയമാണെങ്കിൽ എവിടെയാണത്? കേന്ദ്ര ബാങ്കാണ്. ഇന്ത്യയിലെ ഇതാണ്. അപ്പൊ അത് റിസർവ് ബാങ്ക് ആയിരിക്കും. ഭരണഘടന എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 മാറ്റിയത്? പലതവണ ചോദിച്ച ചോദ്യമാണ്. 21 നിന്ന് 18 ആക്കിയത് 61ാം ഭേദഗതിയാണ്. 1988 ഈ ഭേദഗതി എന്ത് ചെയ്യുന്നത്? പാർലമെന്റ് പാസ്സാക്കുന്നത്. എന്നിട്ട് 1989 മാർച്ച് 28 ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പ്രാബല്യത്തിൽ വരുന്നുണ്ട്. അത് നടപ്പാക്കുമ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി എന്ന് പറയുന്നത്? 1989 കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് രാജീവ് ഗാന്ധി ആയിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? ആർട്ടിക്കിൾ ഏതിലാണ് മാറ്റം വന്നത്? 326. ആർട്ടിക്കിൾ 326 എന്ത് വരുന്നത്? പ്രായപൂർത്തി വോട്ടവകാശത്തെ പറ്റിയൊക്കെ പറയുന്ന എത്രയാണ്? ആർട്ടിക്കിൾ 326 അപ്പൊ ആ ഒരു ഭേദഗതി വരുന്നപ്പോ ഏതാണ്? 88 ഭേദഗതി പാസ്സാക്കും. 61ാം ഭേദഗതി അനുസരിച്ചിട്ട് വോട്ടിംഗ് പ്രായം 21 നിന്ന് കുറച്ച് എങ്ങോട്ടേക്ക് മാറ്റി? 18 മാറ്റി. അപ്പൊ 61ാം ഭേദഗതി ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. 42ാം ഭേദഗതിക്ക് എന്താണ് പ്രത്യേകത? ഇതിനെയാണ് അല്ലെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42ാം ഭേദഗതിയാണ് അല്ലെ. ചെറു ഭരണഘടന എന്നൊക്കെ അറിയപ്പെടുന്ന 42 അത് ഏത് വർഷമാണ്? 1976.
എങ്കിൽ സ്വത്തവകാശം നീക്കുന്നത് ഏതാണ്? അത് 44-ാം ഭേദഗതിയാണ്. 1978. 4 4 കൂടി കൂട്ടുമ്പോ എന്താണ്? 8 കിട്ടും. ഇവിടെ നോക്കിക്കേ, 4 2 കൂടി കൂട്ടുമ്പോ 6 കിട്ടും. ഇത് രണ്ടും ഒന്ന് പഠിച്ചു വെക്കണം, ഇത് രണ്ടും തിരിഞ്ഞു പോകരുത്. ഇനി 74-ാം ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? അതായത് നമ്മുടെ നഗരസഭകൾക്ക് 73 പഞ്ചായത്ത് രാജ് ആണെങ്കിൽ 74 നഗരസഭകൾക്ക്, മുനിസിപ്പാലിറ്റികൾക്കുള്ള ഭരണഘടനാപരമായ സാധുത നൽകിയതാണ് 74-ാം ഭേദഗതി. അപ്പൊ പഠിച്ചു വെച്ചോ, ഭരണഘടനയുടെ 61-ാം ഭേദഗതി അനുസരിച്ച് വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18-ലോട്ട് മാറ്റി. നെക്സ്റ്റ് നോക്കാം, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന്. ഏത് താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം വരുന്നത്? നെടുമങ്ങാട്, ചിറയൻകീഴ്, നെയ്യാറ്റിൻകര, കാട്ടാക്കട. എവിടെയാണ്? നെയ്യാറ്റിൻകരയിലാണ് വിഴിഞ്ഞം തുറമുഖം. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് എന്ത് വരുന്നത്? നെയ്യാറ്റിൻകര വരുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഏതാണ്? കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള പ്രദേശമായ അല്ലെ, ആ നമ്മുടെ നെയ്യാറ്റിൻകര എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ട്ടോ. അതായത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട പല പല ക്വസ്റ്റ്യൻസ് കയറി ചോദിക്കാറുണ്ട്. എന്നായിരുന്നു അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ, നിർമ്മാണ ഉദ്ഘാടനം ചോദിച്ചു കഴിഞ്ഞാൽ അത് 2015-ലായിരുന്നു നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം തുടങ്ങിയത്, ഡിസംബർ 5-ന്. അതായത് ആദ്യത്തെ മദർഷിപ്പ്, അതായത് ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നറുകളൊക്കെ വരുന്ന ഒരു തുറമുഖമാണ് എന്തെന്ന് പറയുന്നത്? വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ട്സ് നന്നായിട്ട് വായിച്ചിട്ട് വേണം പോകാനായിട്ട്. അത് എങ്ങനെ വേണമെങ്കിലും കയറി പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നോക്കാം, മൺസൂൺ മഴയും ഇടവിട്ട വേനൽ മഴയും വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ രൂപപ്പെടുന്ന മണ്ണിനം എന്ത്? ഓക്കെ, ഏത് മണ്ണിനമാണ്? കറുത്ത മണ്ണ്, എക്കൽ മണ്ണ്, പർവ്വത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. ഏതായിരിക്കും അത്? മൺസൂൺ മഴയും വരും, വേനൽക്കാലവും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണാണ് എന്ത്? ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ലീച്ചിങ് എന്ന പ്രക്രിയ, അതും കൂടി ഒന്ന് പഠിച്ചു വെക്കണേ. ലീച്ചിങ് എന്ന പ്രക്രിയയിലൂടെയാണ് എന്ത് വരുന്നത്? ഈ മണ്ണ് രൂപപ്പെടുന്നത്. അതായത് അലൂമിനിയത്തിന്റെ അയിരുകളെ വേർതിരിക്കുന്ന പ്രക്രിയ ഇത് നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട്. അതെന്താണ്? ലീച്ചിങ് ആണ്. അതായത് നമ്മുടെ കനത്ത മഴയിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ പാറകളിൽ സിലിക്ക പോലുള്ള ധാതുക്കളൊക്കെ ഒലിച്ചു പോകും. എന്നിട്ട് എന്ത് ചെയ്യും? ഇരുമ്പിന്റെയും അലൂമിനിയത്തിന്റെയും ഒക്കെ ഓക്സൈഡുകൾ മാത്രമായിട്ട് വരും. അങ്ങനെയാണ് അവിടെ എന്ത് വരുന്നത്? അവിടെ ചുവപ്പ് നിറം വരുന്നത്. അപ്പൊ ഈ ലാറ്ററൈറ്റ് മണ്ണ് രൂപപ്പെടാൻ കാരണമായിട്ട് പ്രോസസ് ചോദിച്ചാൽ അത് പഠിച്ചു വെച്ചു, ലീച്ചിങ് ആണ്. അപ്പൊ എന്താണ്? മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ വരുന്ന മണ്ണിനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലാറ്ററൈറ്റ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? എവിടെയാണ് ഏറ്റവും കൂടുതൽ റബ്ബർ? നമ്മുടെ കേരളത്തിലാണ് അല്ലെ, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ റബ്ബർ. റബ്ബർ ബോർഡ് എവിടെയാണ്? നമ്മുടെ റബ്ബർ ബോർഡ് വരുന്നതും അതിന്റെ നമ്മുടെ കോട്ടയത്ത് തന്നെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ലാൻഡ് ഓഫ് ലാറ്റക്സിന്റെ നഗരം എന്നറിയപ്പെടുന്ന, ലാറ്റക്സിന്റെ നാടെന്നറിയപ്പെടുന്നതും ഏതാണ്? അക്ഷരനഗരി എന്നറിയപ്പെടുന്ന കോട്ടയം തന്നെയാണ് നമ്മുടെ എന്തറിയപ്പെടുന്നത്? ലാൻഡ് ഓഫ് ലാറ്റക്സ് എന്നറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ എന്താണ്? സാക്ഷരത 100% സാക്ഷരത കൈവരിച്ച ആദ്യത്തെ പട്ടണം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് കോട്ടയമാണ്. ആദ്യത്തെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് എറണാകുളമാണ്. ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. ഈ കോട്ടയം കാണുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു പോകരുത്. കോട്ടയം പട്ടണത്തെയാണ് ആദ്യത്തെ 100% സാക്ഷരത ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. ഏതൊക്കെ വർഷമാണ്? 89, 90, 91. ഈ വർഷവും പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ചോദിക്കുന്ന ഇങ്ങനെയായിരിക്കും, ഇന്ത്യയിലെ ആദ്യത്തെ 100% സാക്ഷരത കൈവരിച്ച ജില്ല ഏതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കോട്ടയം ഒരു ജില്ലയാണല്ലോ എന്ന് കരുതരുത്. കോട്ടയം പട്ടണത്തെയാണ് എന്ത് ചെയ്യുന്നത്? 100% സാക്ഷരത കൈവരിച്ചായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണത്? അത് ടിസ്കോയാണ്. ടിസ്കോ, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. ടിസ്കോ. ഓക്കെ, നോക്കാം നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലുതും ആദ്യത്തേതുമായിട്ടുള്ള സ്വകാര്യ മേഖലയിലെ ഇരുമ്പുരുക്ക് ശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് ശാല എന്ന് പറയുന്നത്. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത് സ്ഥാപിതമായത് എന്നാണ്? 1907 ഇത് സ്ഥാപിതമാകുന്നത്. ആരാണ്? ജംഷഡ്ജി ടാറ്റയാണ് ഇതിന്റെ അല്ലെ, അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? ഇത് സ്ഥാപിക്കുന്നത്. ഇനി ബൊക്കാറോ എന്താണ് പ്രത്യേകത? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലയാണ് ബൊക്കാറോ. നമ്മൾ പഠിക്കുന്നതാണല്ലേ ബൊക്കാറോ.
ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ട്ടോ. ബൊക്കാറോ, അതേപോലെ തന്നെ റൂർക്കേല ഒഡീഷ, റൂർക്കേല ഒഡീഷ, പിന്നെ ബിലായ് ഛത്തീസ്ഗഡ്, ബിലായ് റൂർക്കേല, പിന്നെ ഏതായിരുന്നു ഒരെണ്ണം കൂടി വരുന്നുണ്ടല്ലോ, ബൊക്കാറോ. ബൊക്കാറോ എവിടെയാണ് വരുന്നത്? ഏറ്റവും വലിയ പൊതുമേഖല ഇരുമ്പുരുക്കുശാല, ഏറ്റവും വലിയ പൊതുമേഖല. ഇതെന്താണ് ചോദിക്കുന്നത്? ഏറ്റവും വലിയ സ്വകാര്യ മേഖലയാണെങ്കിൽ അത് ടാറ്റ ടിസ്കോയാണ്, ഏറ്റവും വലിയ പൊതുമേഖലയാണെങ്കിൽ അത് ഏതാണ്? ബൊക്കാറോയാണ്. റൂർക്കേല, റൂർക്കേല എവിടെയാണ്? ഒഡീഷ, റു ഓജ. ഇങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട്, റു ഓജ. എന്താണ് റു ഓജ എന്ന് പറയുന്നത്? റൂർക്കേല ഒഡീഷ ജർമ്മനിയുടെ സഹായത്തിൽ നിർമ്മിച്ചതാണ് റൂർക്കേല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? ബിച്ചറ, ബിച്ചറ ബിലായ് ഛത്തീസ്ഗഡ് റഷ്യയുടെ സഹായത്തോടെയാണ്. അങ്ങനെ അത് പഠിക്കാനുണ്ട് കേട്ടോ. ഇത് ഏതിന്റെ സഹായത്തോടു കൂടിയാണെന്ന് ചോദിക്കാറുണ്ട് മിക്കപ്പോഴും പരീക്ഷയ്ക്ക്. അപ്പൊ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളുമായി നിർമ്മിക്കപ്പെട്ട ഭൂവിഭാഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും വിസ്തൃതമാണ്, ഏറ്റവും പഴക്കം ചെന്നതാണ്, ഉറപ്പേറിയതാണെങ്കിൽ അത് പഠിച്ചു വെച്ചു. അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഏകദേശം ഭയങ്കര അല്ലെ, നമ്മുടെ ഇന്ത്യ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്ത് ഒരു ത്രികോണാകൃതിയിൽ ഇങ്ങനെ വരുന്നതാണ് എന്താ? ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഇവിടെയാണ് ഏറ്റവും പഴക്കം ചെന്നതായിട്ട് വരുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ധാതുക്കളുടെ കലവറ. ധാതു കലവറ എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതു കലവറ. ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട നയൻത്തില ആ ഒരു സെക്കൻഡ് ചാപ്റ്റർ, അതായത് 1 to 6 വരെയുള്ള ചാപ്റ്റർ നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പോൾ ആ 9th ആ 6 ചാപ്റ്റേഴ്സും, അതായത് അതായത് പർവ്വതങ്ങളെ പറ്റി പഠിക്കുന്നത്, മഹാസമതലങ്ങള്, അതേപോലെ തന്നെ എന്താണ് ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങള്, മരുഭൂമികളൊക്കെ പറ്റി പറയുന്ന ആ ചാപ്റ്റേഴ്സ് നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം. അതിൽ നിന്ന് ഒത്തിരി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നതും ആ ഒരു ചാപ്റ്റേഴ്സ് നിന്നായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. കേരളത്തിന്റെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏതെന്ന്. കൊല്ലം ടു കോട്ടപ്പുറമാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. രണ്ടും കൂട്ടി നമുക്ക് ആൻസർ ചെയ്യാം. അത് ദേശീയ ജലപാത 3 ആണെന്നുള്ളത്. അതായത് കേരളത്തിലൂടെ പ്രധാനമായിട്ട് കടന്നു പോകുന്ന ഒന്നാണ് എന്താ? ദേശീയ ജലപാത 3 എന്ന് പറയുന്നത്. ഇനി നാഷണൽ വാട്ടർവേ 1 ഏതാണ്? നാഷണൽ വാട്ടർവേ 1 എന്ന് പറയുന്നത് നമ്മുടെ ഗംഗാ നദിയിലാണ്. അത് എവിടെ മുതലാണ്? നമ്മുടെ പ്രയാഗ്രാജ് മുതൽ ഹാൽദിയ വരെ, പ്രയാഗ്രാജ് ടു ഹാൽദിയാണ്. നാഷണൽ വാട്ടർവേ 2 ആണെങ്കിലോ അതാണ് ഏത്? ബ്രഹ്മപുത്രയില് സാദിയ ടു ദുബ്രി. സാദിയ ടു ദുബ്രി ആണ് നാഷണൽ വാട്ടർവേ. സാദിയ ടു ദുബ്രി ആണ് 2 എന്ന് പറയുന്നത്. ഇനി നാഷണൽ വാട്ടർവേ 3 ആണ് നമ്മുടെ കൊല്ലം ടു കോട്ടപ്പുറം പറയുന്നത്. ഇനി ഏറ്റവും നീളം കൂടിയത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് നാഷണൽ വാട്ടർവേ 1 ആണ്. ഏറ്റവും നീളം കൂടിയത്, ഏറ്റവും നീളം ഏകദേശം 1620 കിലോമീറ്ററോളമാണ് ഉള്ളത്. ഇനി നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത് പശ്ചിമ തീര കനാൽ എന്നറിയപ്പെടും. അതേപോലെ തന്നെ ഏതാണത്? നമ്മുടെ 205 കിലോമീറ്റർ ആണ് അതിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഇനി നാഷണൽ വാട്ടർവേ 4 ഉണ്ട്. നാഷണൽ വാട്ടർവേ 4 എന്ന് പറയുന്നത് ഗോദാവരി കൃഷ്ണ നദികളിലായിട്ട് എവിടെ മുതൽ എവിടം വരെ? കാക്കിനടയെയും പുതുച്ചേരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കാക്കിനട ടു പുതുച്ചേരിയാണ് നാഷണൽ വാട്ടർവേ 4 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നാഷണൽ വാട്ടർവേ 5 എവിടെയാണ്? അത് നമ്മുടെ മഹാനദി ഡെൽറ്റ നദീതടങ്ങളിലാണ്. എവിടെ? ഒഡീഷയെയും പശ്ചിമ ബംഗാളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഒഡീഷ ടു പശ്ചിമ ബംഗാളാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നാഷണൽ വാട്ടർവേ 1 എന്ന് പറയുന്നത് ഗംഗയിലാണ്. എവിടെ മുതൽ എവിടം വരെ? പ്രയാഗ്രാജ് മുതൽ ഹാൽദിയ വരെ. ഏറ്റവും നീളം കൂടിയതാണ്, 1620 കിലോമീറ്ററോളം ഉണ്ട്. നാഷണൽ വാട്ടർവേ 2 എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയിൽ സാദിയ ടു ദുബ്രിയാണ്. ഏകദേശം 891 കിലോമീറ്റർ ആണുള്ളത്. ഓക്കെ, നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത് പശ്ചിമ തീര കനാലിലാണ്. എവിടെ മുതൽ എവിടം വരെ? നമ്മുടെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. അതേപോലെ ഏതാണ്? നാഷണൽ വാട്ടർവേ 4 എന്ന് പറയുന്ന ഗോദാവരി കൃഷ്ണ നദീ തീരങ്ങളിലാണ്. കാക്കിനട മുതൽ പുതുച്ചേരി വരെ. എത്രയാണ് അതിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്? 1078 കിലോമീറ്റർ ആണ്. നാഷണൽ വാട്ടർവേ 5 എന്ന് പറയുന്ന ഒഡീഷ ടു പശ്ചിമ ബംഗാളാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ഏതാണ് ധാന്യപുര? ഏതാണ്? ഉത്തരം മഹാസമതലമാണ്. ഓക്കെ, നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കണ്ടോ, ഇവിടെയും നമ്മൾ പറഞ്ഞു ധാതു കലവറ. അതേതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇവിടെ പറയുന്നത് ധാന്യപുരയാണ്. ധാന്യപുര ഏതാണ്? അത് നമ്മുടെ ഉത്തര മഹാസമുദ്രമാണ്.
ഓക്കെ ആണല്ലോ. അവിടെ എന്താണ് ധാരാളമായിട്ട്, അതായത് ഇപ്പറയുന്ന നമ്മുടെ ഗംഗ ബ്രഹ്മപുത്ര നദീതടങ്ങളിലേക്കുള്ള എക്കൽ മണ്ണ് ധാരാളമായിട്ട് അടിയുന്ന സ്ഥലമാണ് എന്ത് ഉത്തര മഹാസമുദ്രം. അതുകൊണ്ട് തന്നെ അവിടുത്തെ മണ്ണെന്ന് പറയുന്നത് വളരെയധികം ഫലപുഷ്ടമുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതൊക്കെ ആ ഒരു ഏരിയയിലാണ്. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കിതില് പഴയ ടെക്സ്റ്റ് ബുക്കില് 10th ഓൾഡ് SCERT 6ാമത്തെ ചാപ്റ്റർ ഇതിന്റെ പിക്ചേഴ്സ് ഉൾപ്പെടെ തന്നിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിരുന്നു. പക്ഷേ ടെലഗ്രാം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഓപ്പൺ ആവാത്തതുകൊണ്ട് എനിക്ക് ആ ഒരു പിക്ചർ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതായത് നമ്മൾ എടുക്കുന്ന പ്ലാറ്റ്ഫോം എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതിലെന്താണ് വിദൂര സംവേദനത്തെ കാറ്റഗറൈസ് ചെയ്യുന്നതിൽ ഒന്നാമത്തതാണ് ഭൂതല ഛായാഗ്രഹണം എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ആകാശീയ വിദൂര സംവേദനം. പിന്നെ വരുന്നത് ഉപഗ്രഹ വിദൂര സംവേദനമാണ്. അതായത് എന്താണ് ഭൂതല ഛായാഗ്രഹണം എന്ന് പറഞ്ഞാൽ ഭൂപ്രതലത്തിൽ നിന്നോ അതിന്റെ ഉയർന്ന ഏതെങ്കിലും പ്രതലത്തിൽ നിന്നോ എന്താണ് ഭൗമോപരിതലത്തിന്റെ ഏതെങ്കിലും ഒരു പിക്ചർ ക്യാമറ ഉപയോഗിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ഈ പറയുന്ന ഭൂതല ഛായാഗ്രഹണം. ഇപ്പൊ നമ്മളൊരു യാത്രയൊക്കെ പോകുകയാണെങ്കിൽ നമ്മളൊരു മലയുടെ മേളിൽ നിന്നൊക്കെ നമ്മൾ ജസ്റ്റ് പിക്ചേഴ്സ് എടുക്കത്തില്ലേ, അതിനെ നമുക്ക് ഭൂതല ഛായാഗ്രഹണം, അതായത് ഭൂമിയുടെ പ്രതലത്തിൽ നിന്നാണ്. ഇനി ആകാശീയ വിദൂര സംവിധാനം എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളിലൂടെ സഹായത്തോടു കൂടി നമ്മൾ പിക്ചേഴ്സ് എടുക്കുന്നതിനാണ് ആകാശീയം എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഉപഗ്രഹ വിദൂര സംവേദനം. അതായത് എന്താണ്, അതായത് കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ പിക്ചേഴ്സ് എടുക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അപ്പൊ എന്താണ് ഛായാഗ്രഹണം മൂന്നും എന്താണെന്ന് മനസ്സിലായല്ലോ. എന്തൊക്കെയാണ് ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് എടുക്കുന്നതിനെ ഭൂതല ഛായാഗ്രഹണം എന്ന് പറയുന്നു, ആകാശത്തെ വിമാനങ്ങളിൽ നിന്ന് എടുക്കുന്നതിനെ ആകാശീയ വിദൂരം എന്ന് പറയുന്നു, പിന്നെയുള്ളത് ഉപഗ്രഹ വിദൂര സംവേദനമാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നമുക്ക് കന്യാകുമാരി വരും. നമുക്ക് ഉപദ്വീപീയ ഇന്ത്യയുടെ വരുമ്പോഴാണ് അതിൽ ആൻസർ എന്ത് ചെയ്യുന്നത്, മാറ്റം വരുന്നത്. ഇന്ദിരാ പോയിന്റ്, ഇന്ദിരാ കോൾ എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഇന്ത്യയുടെ അല്ലെ വടക്കേ അറ്റമാണ് ഇന്ദിരാ കോള് വരുന്ന ആകാശത്താണ്. അപ്പൊ വടക്കേ അറ്റമാണെന്നൊക്കെ ഓർത്തിരിക്കുക. ഈ ക്വസ്റ്റിനും എന്താണ്, ഇത് രണ്ടും നമുക്ക് ആൻസർ ആയിട്ട് പറയാവുന്നതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റിൻ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തു. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം. അക്ഷാംശീയ സ്ഥാനം സ്വാധീനിക്കുന്നുണ്ട്, ഭൂപ്രകൃതി സ്വാധീനിക്കുന്നുണ്ട്, സമുദ്രത്തിന്റെ സാമീപ്യം സ്വാധീനിക്കുന്നുണ്ട്, പശ്ചിമ സ്വസ്ഥതയും സ്വാധീനിക്കുന്നുണ്ട്. ഈ ക്വസ്റ്റിനും എന്ത് ചെയ്തു? PSC ക്യാൻസൽ ചെയ്തു. നെക്സ്റ്റ് നോക്കാം. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് പടിഞ്ഞാറൻ തീരസമതലം, കിഴക്കൻ തീരസമതലം എന്നും പറഞ്ഞ് നല്ല വ്യക്തമായിട്ട് തന്നിരിക്കുന്ന ഒരു ബോക്സ് ആണിത്. ആ ഒരു ബോക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നോക്കാം നമുക്ക് എന്താണ് ആൻസർ എന്ന്. താരതമ്യേന വീതി കുറവാണ്. പടിഞ്ഞാറൻ തീരസമതലമാണ് പറയുന്നത്. താരതമ്യേന വീതി കുറവാണ്. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. വീതി താരതമ്യേന കൂടുതൽ. അപ്പൊ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഒന്നെങ്കിൽ വീതി കുറവ് അല്ലെങ്കിൽ വീതി കൂടുതൽ. അപ്പൊ 1ഉം 4ഉം കൂടി ആൻസർ ആയിട്ട് എന്തായാലും വരില്ല. അപ്പൊ അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല. ബംഗാൾ ഉൾക്കടലിനും നമുക്കറിയാം ഇവിടെയാണ് ഇന്ത്യ അല്ലെ. ഇവിടെ വരുന്നത് എന്താണ്? അറബിക്കടലാണ്. ഇവിടെയാണ് ബംഗാൾ ഉൾക്കടൽ വരുന്നത്. അപ്പൊ അറബിക്കടലിനും എന്താണ് നമ്മുടെ പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം. ഇവിടെയാണ് എന്ത് പൂർവ്വഘട്ടം വരുന്നത്, ഇവിടെ പശ്ചിമഘട്ടം. അപ്പൊ എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ്? തെറ്റാണ്. 2 തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. സോ 2 ഉള്ളതെല്ലാം അങ്ങ് കട്ട് ചെയ്തു. ഒന്നും നോക്കണ്ട. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 3ഉമാണ് ശരി. എന്താണ്? താരതമ്യേന വീതി കുറവാണ്, ശരിയാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ഇവിടെ ശരിയായ പ്രസ്താവനയായിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അറിയാവുന്ന എന്തെങ്കിലുമായിട്ട് കണക്ട് ചെയ്ത് ആൻസറിലേക്ക് എത്താനായിട്ട് നോക്കണം കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ഇനി അതേപോലെ തന്നെ നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലത്തിൽ വീണ്ടും തിരിക്കുന്നുണ്ടല്ലോ. ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഗുജറാത്ത് തീരം എന്ന് പറയുന്നത് കച്ച് കത്തിയവാറൊക്കെ വരുന്നത്. നമ്മുടെ കൊങ്കൺ എന്ന് പറയുന്ന മഹാരാഷ്ട്ര, ഗോവ വരുന്നത്. മലബാർ എന്ന് പറയുന്നത് കർണാടക, കേരളം ഒക്കെ ഉൾപ്പെടുന്നത് മലബാർ തീരത്തിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഈ ക്വസ്റ്റിനും എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അത് ആനമുടിയാണ്. 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത്. എവിടെയാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയില്, അല്ലെ? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? എവറസ്റ്റ് ആണ്. ഓക്കെ, ഈ ക്വസ്റ്റിനും എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽഡ് ആണ്. നെക്സ്റ്റ് നോക്കാം. ചുവടെ പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതെന്നാ ചോദിക്കുന്നത്. അല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി, തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി, പിന്നെ ഏതാണ് പറയുന്നത്? പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. കല്ലുമാല സമരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരെന്ത് ചെയ്യുക? ഒന്ന് കണ്ടു നോക്കുക. അയ്യങ്കാളി പഠിച്ചിട്ട് വേണം കേട്ടോ അത് കണ്ടു നോക്കാനായിട്ട്. അപ്പൊ എന്താണ് ഇത്? ഇത് ശരിയാണ്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? അത് നമ്മുടെ വൈകുണ്ഠസ്വാമിയാണ്. വൈകുണ്ഠസ്വാമി. സോ ആൻസർ എന്താണ്? ഇത് തെറ്റാണ്. ബന്ധമില്ലാത്തതല്ലേ നമുക്ക് വേണ്ടത്. സോ ആൻസർ 2 മാത്രം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഓക്കെ, 2 തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. സോ ഇവിടെ 1 ശരിയാണ്. 1ഉം 2 എന്നുള്ള ഓപ്ഷൻ മാറ്റാം, 3 മാത്രം എന്നുള്ള ഓപ്ഷൻ മാറ്റാം. ഒന്നുകിൽ 2 മാത്രം, അല്ലെങ്കിൽ 2ഉം 3ഉം. പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. ഇതും ശരിയായ പ്രസ്താവനയാണ്. നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ ആ ഒരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. ഊരുട്ടമ്പലം ലഹളയും അതേപോലെ തന്നെ എന്താണ് പഞ്ചമി എന്ന പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് വാദിച്ചതും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്? 2 മാത്രമാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ് നോക്കാം. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്ന്. തിരുക്കൊച്ചിയാണ്. ഓക്കെ, എന്നാണ് തിരുക്കൊച്ചി രൂപീകൃതമായത്? 1949 ജൂലൈ 1 തിരുക്കൊച്ചി ഐക്യകേരള രൂപീകരണത്തിന്റെ മുന്നോടിയായിട്ടാണ് തിരുവിതാംകൂറിനെയും കൊച്ചിയെയും യോജിപ്പിച്ചിട്ട് 1949 ജൂലൈ 1 എന്ത് വരുന്നുണ്ട്? ഈ പറയുന്ന നമ്മുടെ തിരുക്കൊച്ചി വരുന്നുണ്ട്. അങ്ങനെ തിരുവിതാംകൂറിലെ അവസാന രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ എന്ത് ചെയ്യുന്നുണ്ട്? തിരുക്കൊച്ചിയുടെ രാജ് പ്രമുഖനായിട്ട് സ്ഥാനമേൽക്കുകയാണ്. അപ്പൊ ആരാണ് തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവെന്ന് ചോദിച്ചാൽ പഠിച്ചു വെച്ചോ, ശ്രീ ചിത്തിര തിരുനാളാണ്. ഓക്കെ, എവിടെയായിരുന്നു നമ്മുടെ ഈ പറയുന്ന തലസ്ഥാനം എന്ന് പറയുന്നത്? തിരുവിതാംകൂറും കൊച്ചിയും രൂപീകരിച്ച് തിരുക്കൊച്ചി ആയി. അതിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്തായിരുന്നു. ആരായിരുന്നു ആദ്യം മന്ത്രി എന്ന് പറയുന്നത്? മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പറവൂർ TK നാരായണ പിള്ളയാണ്. പറവൂർ TK നാരായണ പിള്ളയാണ് തിരുക്കൊച്ചിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീടാണ് എന്ത് വരുന്നത്? 1956 നവംബർ 1 എന്ത് വരുന്നു? കേരളം രൂപീകരിക്കുന്നതോടുകൂടി എന്താണ് ഈ പറയുന്ന ആ ഒരു തിരുക്കൊച്ചി എന്ന് പറയുന്ന ഇല്ലാണ്ടായി. എങ്കിൽ ചോദിക്കട്ടെ, 56 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായി എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ മുഖ്യമന്ത്രി പറവൂർ TK നാരായണ പിള്ളയാണെങ്കിൽ തിരുക്കൊച്ചിയുടെ അവസാന മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. പനമ്പള്ളി, ഇത് ആദ്യത്തേത്. ഇതാരാണ്? ലാസ്റ്റത്തെയാണ്. പനമ്പള്ളി ഗോവിന്ദമേനോൻ. പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ്? 49 ജൂലൈ 1 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്നത് എവിടെ? 1917 എവിടെയാണ് ഗാന്ധിജി സമരത്തിൽ പങ്കെടുക്കുന്നത്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? തിങ്കാതീയ സമ്പ്രദായം. ചോദിക്കാറുണ്ട്, തിങ്കാതീയ സമ്പ്രദായം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചമ്പാരൻ സത്യാഗ്രഹം. അതായത് പണ്ട് കാലങ്ങളിൽ കർഷകർ എന്താണ്, അവരുടെ കൃഷിഭൂമിയുടെ 20 ഭാഗമായിട്ട് മുറിച്ചാൽ അതിനെ 3 ഭാഗത്ത് എന്ത് കൃഷി ചെയ്യണം? നീലം കൃഷി ചെയ്യണം എന്ന് നിർബന്ധമായിരുന്നു. ഇതിനെയാണ് തിങ്കാതീയ സമ്പ്രദായം എന്ന് പറയുന്നത്. ഈ ഒരു സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഗാന്ധിജി ഇടപെടുകയും അവിടെ എന്ത് ചെയ്യുന്നത്? സമരം നടത്തുകയും ചെയ്യുന്നത്. എങ്കിൽ അഹമ്മദാബാദ് തുണിമില്ല് സമരം എന്നാണ്? അത് 1918. ഗേദ സത്യാഗ്രഹം എന്നാണ്? അതും 1918. എങ്ങനെയാണ് നമ്മളിത് പഠിക്കുന്നത്? അഹമ്മദിന്റെ ചാമ്പ കേടാണെന്ന് പറയും അല്ലെ? ചാമ്പക്കേട, അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. ഇതും 18, ഇതും 18. ചമ്പാരം മാത്രമാണ് എന്ത് വരുന്നത്? 17 വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരാണ് ബനാറസ് സംസ്കൃത കോളേജ്? അത് ജോനാഥൻ ഡങ്കൻ ആണ്. ജോനാഥൻ ഡങ്കൻ. 1791 എന്ത് രൂപീകൃതമാകുന്നത്? ഈ പറയുന്ന ബനാറസ്, അതായത് ഇന്നത്തെ വാരണാസി.
ഓക്കെ, അവിടെ ആരാണ്? അന്നത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്ന ജൊനാഥ് ടങ്കൻ ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഒരു സംസ്കൃത കോളേജ് സ്ഥാപിക്കുന്നത്. അതായത് നമ്മുടെ ഹിന്ദു നിയമങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം എന്ത് ചെയ്യണം? പഠിപ്പിക്കാനും, അല്ലെ, നല്ല യോഗ്യരായിട്ടുള്ള ഇന്ത്യക്കാരെ വാർത്തെടുക്കാനായിരുന്നു അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സംസ്കൃത കോളേജ് ആരംഭിക്കുന്നത്. വില്യം ജോൺസിന്റെ പ്രത്യേകത എന്താണ്? വില്യം ജോൺസ് 1784 കൽക്കട്ടയിൽ എന്താണ്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരെന്ന് ചോദിക്കാറുണ്ട്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ 1784 ആരാണ്? വില്യം ജോൺസ് ആണ്. ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോർ. ദേവേന്ദ്രനാഥ ടാഗോറിന് നമ്മൾ എന്താണ് പഠിക്കാറുള്ളത്? തത്വബോധിനി സഭ. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് മിക്കപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണ്? തത്വബോധിനി സഭയുടെ സ്ഥാപകൻ ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. ദയാനന്ദ സരസ്വതിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം ഏതാണ്? ആര്യ സമാജം. ആര്യ സമാജം ഏത് വർഷമാണ്? 1875 ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് അഭിപ്രായപ്പെട്ടത്, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഈ പറയുന്ന ദയാനന്ദ സരസ്വതിയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് നോക്കാം. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, പ്രവിശ്യകൾ ദ്വിഭരണം അവസാനിപ്പിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്ന് നോക്കാം. ഓക്കെ, അതായത് ഇവിടെ പ്രവിശ്യകളിലെ ദ്വിഭരണം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 2 മാത്രമാണ്. അപ്പൊ ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്ന് പറയുന്നത് 1931 മാർച്ച് 5 ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്ത് ചെയ്യുന്നത്? ഒപ്പുവെക്കുന്നത്. അതായത് നിയമലംഘന പ്രസ്ഥാനം ശക്തമാവുന്ന സാഹചര്യത്തിൽ അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവും ഗാന്ധിജിയും തമ്മിൽ കുറെ ചർച്ചയൊക്കെ നടത്തിയിട്ട് അവര് ഒരു ഉടമ്പടി ഒപ്പുവെക്കും. അതിനെയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്ന് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ഒന്നാമത്തേതാണ് നിയമലംഘന പ്രസ്ഥാനം എന്ത് ചെയ്യുന്നുണ്ട്? അത് പിൻവലിക്കും. എന്നിട്ട് അദ്ദേഹം പറയുവാണ് ആ സമയത്താണ് അവിടെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്നും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. നമുക്കറിയാം രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുക്കുന്നത്. അപ്പൊ ഈ ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരമാണ് അദ്ദേഹം നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കുകയും രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് പറയുകയും ചെയ്യുന്നത്. പിന്നെ എന്താണ്? രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാമെന്ന് പറയും. ഓക്കെ, അതായത് എന്താണ്? ആ സമയത്ത് അക്രമ പ്രവർത്തനങ്ങൾ ഒന്നും ഏർപ്പെടാത്ത കുറെ രാഷ്ട്രീയ തടവുകാരുണ്ടായിരുന്നു, അവരെല്ലാവരെയും മോചിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്? ഉപ്പ് നിയമം ലംഘിക്കാതെ സ്വന്തം ആവശ്യത്തിനായിട്ട് ഉപ്പുണ്ടാക്കാൻ തീരദേശവാസികൾക്ക് അനുവാദം നൽകുന്നതും എന്തിലൂടെയാണ്? ഈ പറയുന്ന ഗാന്ധി ഇർവിൻ ഉടമ്പടിയിലൂടെയാണ്. പിന്നെ എന്താണ്? വിദേശ മദ്യ ഷാപ്പുകൾക്കും തുണിക്കടകൾക്കും മുന്നിൽ സമാധാനപരമായ പിക്കറ്റിങ്ങിന് അനുവാദം നൽകുന്നതും എന്താണ്? ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. 1931 മാർച്ച് 5 കൂടി ഓർത്തിരിക്കുക. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ആരാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്? ആരാണ് ഇവിടെ? വൈകുണ്ഠസ്വാമി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, വാഗ്ഭടാനന്ദൻ. ഇവരുടെ എല്ലാവരുടെയും മോക്ക് ടെസ്റ്റ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കയറി കണ്ടു നോക്കുക. ഒരു ടോപ്പിക് ഒന്ന് പഠിച്ചിട്ട് മോക്ക് ടെസ്റ്റ് കണ്ടു നോക്കുക. അപ്പൊ ആരാണ് ആത്മവിദ്യാസംഘം? അത് നമ്മുടെ വാഗ്ഭടാനന്ദനാണ്. ഓക്കെ, അപ്പൊ പഠിച്ചു വെച്ചു. ആത്മവിദ്യാസംഘം ആരുടേതാണ്? വാഗ്ഭടാനന്ദന്റേതാണ്. ഓക്കെ, ഏത് വർഷമാണെന്ന് ചോദിക്കാം. ഏത് വർഷമാണ്? 1917 വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ്? വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നുള്ളതാണ് കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്? വേറെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട 2-3 പത്രങ്ങളുണ്ടല്ലോ. ഏതൊക്കെയാണ്? അഭിനവ കേരളം. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്? ആത്മവിദ്യാകാഹളം. ഏതൊക്കെയാണ്? അഭിനവ കേരളം. ചോദിക്കാം. അഭിനവ കേരളം എന്ന പത്രം ആരുടേതാണ്? അഭിനവ കേരളം മാസിക, മുഖപത്രം എന്നൊക്കെ പറയും. അഭിനവ കേരളം. അടുത്ത ഏതാണ്? ആത്മവിദ്യാകാഹളം. ആത്മവിദ്യാ സംഘത്തിന്റെ ആത്മവിദ്യാകാഹളം ആരുടേതാണ്? വാഗ്ഭടാനന്ദന്റേതാണ്. ഇദ്ദേഹമാണ് പറയുന്നത് ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ,
എഴുന്നേൽപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന് പറയുന്ന ആപ്തവാക്യം ഏതാണ്? ഈ ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. എന്തായിരുന്നു ഈ ആത്മവിദ്യാ സംഘത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്? അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പോരാടാനും, അല്ലെ, ജാതി വിവേചനം ഇല്ലാതാക്കാൻ, വിഗ്രഹാരാധനയെ എതിർക്കാൻ, ഏകദൈവ വിശ്വാസത്തെ അതിനെ എന്താണ് പ്രചരിപ്പിക്കാനായിട്ട്, ഇതൊക്കെയായിരുന്നു ആത്മവിദ്യാ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? ആരാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം? അപ്പൊ നമുക്ക് 2025 പഠിക്കണമല്ലോ. ആരാണ് 24 അത് NS മാധവനാണ്. ആരാണ്? ഓപ്ഷൻ എ NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. അങ്ങനെയാണെങ്കിൽ 2025 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? KG ശങ്കരപിള്ള. KG ശങ്കരപിള്ളയ്ക്കാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, 2024 പറഞ്ഞു NS മാധവനാണെങ്കിൽ 2023 ആർക്കായിരുന്നു? അത് ഡോക്ടർ SK വസന്തൻ. SK വസന്തനാണ് 2023 ലഭിച്ചത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? അത് നമ്മുടെ പശ്ചിമ ബംഗാളാണ്. യോഗ്യശ്രീ നടപ്പിലാക്കിയത് പശ്ചിമ ബംഗാൾ. അപ്പൊ പഠിക്കേണ്ടേ എന്താണ് യോഗ്യശ്രീ എന്ന് പറയുന്നത്? അതായത് നമ്മുടെ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജി 2024 ജനുവരിയിൽ ആരംഭിക്കുന്നതാണ് യോഗ്യശ്രീ എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് SC/ST പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് പലതരം മത്സര പരീക്ഷകൾക്ക് വേണ്ടി അവരെ യോഗ്യരാക്കാനായിട്ട്. ഓക്കെ, മത്സര പരീക്ഷകൾക്ക് വേണ്ടി അവരെ യോഗ്യരാക്കാൻ. അതായത് എന്താണ്, നമ്മുടെ സർക്കാർ ജോലികൾ, അതേപോലെ കോമ്പറ്റീറ്റീവ് നമ്മുടെ നീറ്റ് അങ്ങനത്തെ എക്സാംസ് ഒക്കെ ഉണ്ടല്ലോ, പ്രവേശന പരീക്ഷകൾ, അങ്ങനെയുള്ള പല എൻട്രൻസ് എക്സാമുകൾക്കും നമ്മുടെ സർക്കാർ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട PSC പോലുള്ള എക്സാമുകൾക്കൊക്കെ എന്താണ് അവരെ പ്രാപ്തരാക്കാൻ, യോഗ്യരാക്കാൻ വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനമാണ് യോഗ്യശ്രീ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരാണ്? ആരാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ? അത് മാർത്താണ്ഡവർമ്മയാണ്, അല്ലെ? അതായത് നമ്മുടെ ചെറുനാട്ടു രാജ്യങ്ങളായി കിടന്നിരുന്ന ഏതൊക്കെയാണ്? വേണാടിനെയും അതേപോലെ തന്നെ തിരുവിതാംകൂറിനെ ഒക്കെ ഒരുമിപ്പിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്. അദ്ദേഹത്തെയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നും തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെട്ടു. നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ എന്താണ് ചെയ്തത്? നാട്ടുരാജ്യങ്ങളെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് എന്ത് ചെയ്തു? ഉരുക്കി യോജിപ്പിച്ചു എന്ന് വിചാരിച്ചു വെച്ചാൽ മതി. ഉരുക്കി യോജിപ്പിച്ച് എന്ത് ചെയ്തു? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ സെറ്റാക്കിയെടുത്തു. അതേപോലെ തന്നെ തൊട്ടടുത്ത് കിടന്ന നാട്ടുരാജ്യങ്ങളെയൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ട് തിരുവിതാംകൂറിനെ അങ്ങ് വലിപ്പം കൂട്ടിയെടുത്തു. അപ്പൊ അദ്ദേഹത്തെയാണ് തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓക്കെ, 1729 മുതൽ 1758 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ഫാക്ട് ആണ് കുളച്ചൽ യുദ്ധം, 1741. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 1741 കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പരാജയപ്പെടുത്തുന്ന അങ്ങനെ യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തുന്ന ആദ്യത്തെ രാജാവായിട്ട്, ആദ്യത്തെ ഭരണാധികാരിയായിട്ട് ആര് മാറുകയാണ്? നമ്മുടെ മാർത്താണ്ഡവർമ്മ മാറുകയാണ്. പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഫാക്ട് ആണ് 1750 ജനുവരി 3 നടന്ന തൃപ്പടിദാനം. ഓക്കെ, അതായത് തന്റെ രാജ്യം മുഴുവൻ ആർക്ക് സമർപ്പിക്കുകയാണ്? ശ്രീ പത്മനാഭൻ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പത്മനാഭന് സമർപ്പിച്ചിട്ട് ഇവരെല്ലാവരും എന്തായിട്ട് മാറുവാണ്? പത്മനാഭദാസന്മാരായിട്ട് മാറുവാണ്. അപ്പൊ അതിനെയാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്. 1750 ജനുവരി 3. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. 2024 സാഹിത്യത്തിനുള്ള നൊബൽ പ്രൈസ് സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2024 അത് ഹാൻകാങ് ആണ്. ഹാൻകാങ് ദക്ഷിണ കൊറിയയിലെ നോവലിസ്റ്റായ ഹാൻകാങ്ങിനാണ്. ഓക്കെ, ആ ഹാൻകാങ്ങിന്റെ ആ സമയത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഹാൻകാങ്ങിന്റെ മറ്റ് കൃതികൾ ചോദിക്കാറുണ്ട്. ദി വെജിറ്റേറിയൻ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ദി വെജിറ്റേറിയൻ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 2025 നോവൽ നിങ്ങൾ നന്നായിട്ട് വായിച്ചിട്ട് വേണം പോകാൻ. 2025 സാഹിത്യത്തിനുള്ള നോബൽ ആരാണെന്ന് നമുക്കിപ്പോ പഠിച്ചു വെക്കാം. സാഹിത്യം 2025 സാഹിത്യത്തിനുള്ള നോബൽ ഹംഗേറിയൻ നോവലിസ്റ്റ് ആണ്. ഹംഗേറിയൻ. ഓക്കെ, ഹാൻകാങ് എവിടെയായിരുന്നു? ദക്ഷിണ കൊറിയയാണ്. ഇവിടെ 2025 ലഭിച്ചത് ഹംഗേറിയൻ നോവലിസ്റ്റ് ആയ ലാസ്ലോ
ക്രാസ്നാഹോർക്ക. ഇനി എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ലാസ്ലോ ക്രാസ്നാഹോർക്ക എന്ന് പറയുന്ന ഹംഗേറിയൻ നോവലിസ്റ്റിനാണ് 2025 എന്ത് ലഭിക്കുന്നത്? സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളിൽ പെടാത്തതാണ് നമുക്ക് വേണ്ടത് അല്ലെ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സ്വകാര്യ സ്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇത് കാണുന്നവർക്ക് അല്ലെ കണ്ണും പൂട്ടി നമുക്ക് എഴുതാൻ പറ്റും ഏതാണ് അത്. സ്വകാര്യ സ്വത്തിനുള്ള അവകാശം, ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ഭരണഘടന നിലവിൽ വന്നപ്പോ സ്വത്തവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 31 ആയിട്ട് പറയുന്നുണ്ട്, ഒരു മൗലിക അവകാശമായിട്ട് പറയുന്നുണ്ട്. പിന്നീട് അതിനെ എടുത്ത് മാറ്റുന്നുണ്ട്. ഏത് ഭേദഗതി? 1978 44 ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തെ അങ്ങെടുത്ത് മാറ്റി മൗലികാവകാശം എന്നൊരു കൺസെപ്റ്റിൽ നിന്ന് മാറ്റി ഇപ്പൊ സ്വത്തവകാശം എന്ന് പറയുന്നത് എന്താണ്? ഒരു നിയമ അവകാശമാണ്. 300A പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് ഏതൊക്കെയാ പറയുന്നത്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം എവിടെ മുതൽ എവിടെ വരെയാണ് പറയുന്നത്? ആർട്ടിക്കിൾ 23 24 ചൂഷണത്തിനെതിരെയുള്ള അവകാശം പറയുന്നത്. മതസ്വാതന്ത്ര്യമാണെങ്കിൽ എവിടെ മുതൽ എവിടം വരെയാണ്? 25 മുതൽ 28 വരെയാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണെങ്കിൽ എവിടെ മുതൽ എവിടം വരെയാണ്? 19 മുതൽ 22 വരെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? മൗലിക കടമകൾ കടം കൊണ്ടത് എവിടെ നിന്നാണ്? അത് സോവിയറ്റ് യൂണിയൻ ആണ്. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് നമ്മൾ മൗലിക കടമകൾ കടം കൊണ്ടത്. അതായത് 1976 42 ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ. ഏത് കമ്മിറ്റിയുടെ? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. ഏത് ഭാഗം? ഭാഗം 4A അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 51A. ഓക്കെ, ഇത്രയും നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കേണ്ടതാണ്. അങ്ങനെ നമുക്ക് തുടക്കത്തിൽ മൗലിക കടമകൾ 10 എണ്ണമായിരുന്നു. അതേസമയം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഏതാണ് സ്വത്തവകാശം അല്ല വിദ്യാഭ്യാസ അവകാശം നമ്മൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ 2002 2002 86 ഭേദഗതി പ്രകാരം ഏതാണ്? 11ാമത്തെ മൗലിക അവകാശം കൂട്ടിച്ചേർത്തു. എന്താണ് അതിന്റെ കടമ എന്ന് പറയുന്നത്? 6നും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക എന്നത് നമ്മുടെ രക്ഷിതാക്കളുടെ കടമയാണെന്ന് പറയുന്നു. അങ്ങനെ 2002 86 ഭേദഗതി പ്രകാരം 11ാമത് ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു. ഓക്കെ, ഇനി അമേരിക്കയിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്? അവകാശങ്ങൾ അല്ലെ, റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ നമ്മൾ കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ്. പിന്നെ എന്താണ്? ആമുഖം, നമ്മുടെ പ്രിയാമ്പിൾ ആമുഖം കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് അത് എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? അത് നമ്മുടെ അമേരിക്കയിൽ നിന്നാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് എന്താണ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓസ്ട്രേലിയയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന സാധനമാണ് കൺകറന്റ് ലിസ്റ്റ്. നമ്മൾ കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം നമ്മൾ കടം കൊണ്ടത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുമല്ലോ അല്ലെ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ് കടം കൊണ്ടത്. ഇംഗ്ലണ്ടിൽ നിന്നാണെങ്കിൽ എന്തൊക്കെയാണ്? നമ്മുടെ ഏക പൗരത്വം എന്ന ആശയം എവിടെ നിന്നാണ്? ഇംഗ്ലണ്ടാണ്. അതേപോലെ തന്നെ നിയമവാഴ്ചയുണ്ട്. പിന്നെ എന്താണ്? പാർലമെന്ററി ജനാധിപത്യം ഇതൊക്കെ നമ്മൾ ഇംഗ്ലണ്ടിൽ നിന്നാണ് കടം കൊണ്ടത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ എന്താണ് തെറ്റായ പ്രസ്താവന? തെറ്റാണ് നമുക്ക് വേണ്ടത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്നും എന്താണ് നമ്മുടെ തെറ്റെന്നുള്ളതെന്ന് നോക്കാം. ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം 51 സെക്കൻഡ് ആണ്. ഓക്കെ, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് ആരാണ്? മാലിനി ചൗധരിയാണ്. ഓക്കെ, നമ്മളത് പഠിച്ചിട്ടുണ്ട്. സരളാദേവി ചൗധരാണി എന്ന് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുന്ന ഒരു ഫാക്റ്റ് ആണ്. സോ ഇത് തെറ്റാണ്. നമ്മൾ ഈ ദേശീയ ഗാനം ദേശീയ ഗീതം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വർക്ക്ഔട്ട് ചെയ്ത് നോക്കണേ. അപ്പൊ ഇത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്താണ് നമുക്ക് നോക്കാം.
നോബൽ ഇനി അതേപോലെ ജനഗണമനയുടെ ദൈർഘ്യം 51 അല്ല, 52 സെക്കൻഡാണ്. 1 സെക്കൻഡിന്റെ വ്യത്യാസമാണ് അവർ തന്നിരിക്കുന്നത്. സോ അതും തെറ്റാണ്. 1 തെറ്റാണ്, 2 തെറ്റാണ്. മൂന്നാമത്തെ നോക്കാം. നോബൽ സമ്മാന ജേതാവായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എന്ത് കവിതയിലെ വരികളാണ് ദേശീയഗാനം. ബങ്കിം ചന്ദ്ര ചാറ്റർജി ഏതാണ്? വന്ദേ മാതരമാണ്. സോ ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ് ദേശീയഗാനവും എഴുതിയത്. അപ്പൊ ആരാണ് ഇത്? ഏതാണ്? എല്ലാം തെറ്റാണ്. നമുക്ക് വേണ്ട തെറ്റായ പ്രസ്താവനയാണല്ലോ. സോ ഇവയെല്ലാം ഇവിടെ തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ് നിയമിക്കുന്നത്? നിയമനം, നീക്കം ചെയ്യൽ, ഇതെല്ലാം ആരാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെ, ആരൊക്കെയാണ് നമുക്ക് പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന രാഷ്ട്രപതി നിയമിക്കുന്നുണ്ട് എങ്കിലും ഈ രാഷ്ട്രപതിക്ക് ഇങ്ങനെ ഒരാളെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരായിരിക്കും? അത് പ്രധാനമന്ത്രിയാണ്, പ്രൈം മിനിസ്റ്റർ ആണ്. പിന്നെ എന്താണ്? അതേപോലെ തന്നെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും കൂടി ഉണ്ടാകും. പിന്നെ ആരാണ്? ഒരു ക്യാബിനറ്റ് മന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും കൂടി ഉണ്ടാകും. ഇങ്ങനെ ഇവര് 3 പേരും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആരെ വേണമെന്ന് രാഷ്ട്രപതി കൂടി ശുപാർശ ചെയ്യുന്നത്. അതിൽ പ്രകാരമാണ് നമ്മുടെ രാഷ്ട്രപതി എന്ത് ചെയ്യുന്നത്? ഇവരെ അങ്ങ് നിയമിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്? വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത് എന്നാണ്. അത് 2005 അങ്ങനെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമാകുന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമാകുന്നത്. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. 93 പ്രൊട്ടക്ഷൻ ഹ്യൂമൻ റൈറ്റ് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ശരിയാണ്, നമ്മൾ പഠിക്കുന്ന ഫാക്റ്റ് ആണ് ഇത്. ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ വ്യക്തമായിട്ടത് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ കാലാവധി 3 വർഷമോ 65 വയസ്സോ ആണ്. തെറ്റാണ്, നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ്? 3 വർഷമോ 70 വയസ്സോ ആണ്. 70 വയസ്സാണോ ഏതാണോ ആദ്യം ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും. അപ്പൊ 3 അല്ലെങ്കിൽ 70 ആണ്. 65 എന്നുള്ളത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, 2019 ഭേദഗതി പ്രകാരമാണ് 65 എന്നുള്ളത് മാറ്റി 70 ആക്കി മാറ്റുന്നത്. ഇനി എന്താണ് പറയുന്നത്? ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ശരി, സർദാർ പട്ടേൽ ഭവനാണ്. ഓക്കെ, അപ്പൊ അതും എന്താണ്? ശരിയാണ്. അപ്പൊ ഇത് 3ഉം ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ, നിങ്ങൾ ഇപ്പൊ ക്ലാസ് കാണുന്ന സമയത്ത് ആരാണോ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്നുള്ള ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. കാര്യം ഇത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിട്ടും കാര്യമില്ല, അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി സർദാർ വല്ലഭായ് പട്ടേൽ ഭവനാണ്. ഓക്കെ, സർദാർ പട്ടേൽ ഭവനാണ്. അതേപോലെ തന്നെ ആദ്യത്തെ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? അതും റിപ്പീറ്റഡ് ആണ്. 10th പ്രിലിംസിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ആദ്യത്തേത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ഓക്കെ, മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായ മലയാളി ഉണ്ടല്ലോ, അതാരാണ്? അത് KG ബാലകൃഷ്ണനാണ്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കാൻ. തൊട്ടുകൂടായ്മ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആൻസർ ഏതിലേക്ക് പോകും എന്നുള്ളത്. തൊട്ടുകൂടായ്മ എന്താണ്? വകുപ്പ് 17 മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ചുകൊണ്ട് പാസാക്കിയ വകുപ്പാണ്. ഇനി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അതും നമുക്കറിയാൻ പറ്റും അല്ലെ. 21A ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32, അതായത് റിട്ടുകളെ പറ്റി പറയുന്നു. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം എന്ന് പറയുന്നത് വകുപ്പ് 21 അപ്പൊ ഏതാണ്? A4 ആണ്. A4. B എന്ന് പറയുന്നത് എന്താണ്? B1 C2 D3 ഓപ്ഷൻ A ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 21A എന്ന് പറയുന്നത് നമ്മുടെ 2002 86 ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തതാണിത്, മൗലിക അവകാശമാക്കി മാറ്റുന്നത്. ഓക്കെ, ഇനി ഈ ഇന്ത്യൻ ഭരണന്റെ ഹൃദയവും ആത്മാവും എന്ന് ഇത് വിശേഷിപ്പിച്ചത് ആരാണ്? അത് നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ ആണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാരാണ്? നമ്മൾ എങ്ങനെയാണത് പഠിക്കുന്നത്? ഫസൽ അലി കമ്മീഷൻ അല്ലെ. ഫസൽ അലി കമ്മീഷൻ ആണ് അധ്യക്ഷൻ. അതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആരൊക്കെയാണ്? HN കുൻസ്രു ഉണ്ടായിരുന്നു, KM പണിക്കർ, സർദാർ KM പണിക്കർ ഉണ്ട്, HN കുൻസ്രു. അങ്ങനെ 3 പേരായിരുന്നു കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ,
അങ്ങനെ അവർ 55 കമ്മീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, 55 ആയപ്പോഴേക്കും 1955 അവർ റിപ്പോർട്ട് സമർപ്പിക്കുകയും 56 സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനാ നിയമം വരികയും അതിലൂടെ 14 സംസ്ഥാനങ്ങൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിലവിൽ വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസൽ അലിയുടെ കൂടെ ഉണ്ടായിരുന്ന ആരൊക്കെയാണ്? HN കുൻസ്രുവും സർദാർ KM പണിക്കറുമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പൊതുസ്വഭാവമുള്ള കാര്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് എന്താണത്? മാൻഡമസ്, നാം കൽപ്പിക്കുന്നു, അങ്ങനെയല്ലേ പറയുന്നത്? എന്താണ് അല്ലെ? വി കമാൻഡ്, നാം കൽപ്പിക്കുന്നു എന്നൊരു മീനിങ് ആണ്. എന്നൊരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഇത് വരുന്നത് കേട്ടോ. ഇനി എന്താണ് മറ്റെന്തൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ശരീരം ഹാജരാക്കാൻ, അല്ലെ? അന്യായമായിട്ടുള്ള ആളെ തടവിൽ വെച്ച് കഴിഞ്ഞാൽ അതിലെന്താണ് അവരെ ശരീരം ഹാജരാക്കാനൊക്കെ എന്താണ്? ഹേബിയസ് കോർപ്പസ് ആണ്. അത് എന്താണ്? ശരീരം ഹാജരാക്കുക, അതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? കോ വാറന്റോ. കോ വാറന്റോ എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിക്കുന്നത്? എന്തധികാരം. എന്തധികാരം കൊണ്ടാണ് അല്ലെ ഒരു വ്യക്തി അയാൾക്ക് അർഹമായിട്ടൊരു സ്ഥാനത്തല്ല ഇരിക്കുന്നതെങ്കിൽ ചോദിക്കാൻ കോടതിക്ക് എന്തധികാരം എന്നൊക്കെ അവിടെ കയറിയിരിക്കാന്നുള്ളത്, അതാണ് കോ വാറന്റോ. സെർഷ്യോറി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാനുള്ള ഉത്തരവിനെയാണ് സെർഷ്യോറി എന്ന് പറയുന്നത്. അപ്പൊ 5 റിട്ടുകളുണ്ട്: ഹേബിയസ് കോർപ്പസ്, കോ വാറന്റോ, മാൻഡമസ്, സെർഷ്യോറി, ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ, പ്രൊഹിബിഷൻ. ഓക്കെ, അങ്ങനെ 5 റിട്ടുകളാണ് നമുക്ക് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദേശീയ ഗാനം രചിക്കുന്നത്. ആനന്ദമഠം, അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ നിന്നാണ് ഇത് എടുക്കുന്നത്. അതേപോലെ തന്നെ എന്നാണ് 1896 ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിലാണ് രവീന്ദ്രനാഥ ടാഗോറാണ് ഏത് വന്ദേ മാതരം ആദ്യമായിട്ട് പാടുന്നത്. 1896 നമ്മൾ നേരത്തെ പറഞ്ഞു ദേശീയഗാനം 1911 കൽക്കത്ത സമ്മേളനം സരളാദേവി ചൗധരാണി പറഞ്ഞു. 1896 രവീന്ദ്രനാഥ ടാഗോറാണ് ഏത് കൽക്കത്ത സമ്മേളനത്തിൽ ആദ്യമായിട്ട് ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക പ്രകാരം നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? 22 ആണ്. 22 ഭാഷകളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ നമുക്ക് 22 ഭാഷകൾക്കാണ് ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യമേ വരുമ്പോഴേക്കും 14 ഭാഷകളാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ മാറ്റി 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 ഇപ്പൊ ലാസ്റ്റ് ഏതൊക്കെയാണ്? ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താളി ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അപ്പൊ നിലവിൽ എത്രയാണ്? 22 ഭാഷകളാണ് ഔദ്യോഗിക ഭാഷകളായിട്ടുള്ളത്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത്? കേരളമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കരിമീനാണ്. കരിമീൻ. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം എന്ന് പറയുന്നത് ആനയാണ്. എന്താണ്? എലിഫന്റസ് മാക്സിമസ്, അങ്ങനെയല്ലേ പറയുന്നത്. ഇനി പക്ഷി ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി അത് നമ്മുടെ മലമുഴക്കി വേഴാമ്പലാണ്. മലമുഴക്കി വേഴാമ്പൽ. അതിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ബ്യൂസിറസ് ബൈക്കോർണിസ്, അങ്ങനെയാണ് കേട്ടോ. ബൈക്കോർണിസ്, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. പുഷ്പം ഏതാണ്? പുഷ്പം അത് നമ്മുടെ കണിക്കൊന്നയാണ്. കണിക്കൊന്ന. എന്താണ്? കണിക്കൊന്ന. കാഷിയ ഫിസ്റ്റുല, കണിക്കൊന്ന. ഇനി അതേപോലെ തന്നെ വൃക്ഷം ഏതാണ്? ദേശീയ വൃക്ഷം എന്ന് പറയുന്നത് തെങ്ങാണ്. തെങ്ങ്. ദേശീയ ഫലം എന്ന് പറയുന്നത് ചക്കയാണ്. ചക്ക. അതേപോലെ ദേശീയ പാനീയം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇളനീറാണ്. ഇളനീർ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് പഠിക്കേണ്ടതാണ് ബുദ്ധമയൂരി. എന്താണ് ബുദ്ധമയൂരി എന്ന് പറയുന്നത്? നമ്മുടെ ദേശീയ ചിത്രശലഭത്തിന്റെ പേരാണ് ബുദ്ധമയൂരി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്ര? ഏതാണ് ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എന്ന് പറയുന്നത്? അത് 9 ആണ്. 9. ഓക്കെ, അപ്പൊ രാജ്യസഭാ സീറ്റുകൾ 9 ആണെങ്കിൽ നമുക്ക് ലോക്സഭാ സീറ്റുകൾ എത്രയാണ്? 20 ലോക്സഭാ സീറ്റുകളാണുള്ളത്. നിയമസഭാ സീറ്റ് നമ്മുടെ MLA-മാരുടെ എണ്ണം എത്രയാണ്? അത് 140 ആണ്. ഓക്കെ, ഇത് ലോകസഭ, ഇത് നിയമസഭ. തെറ്റിപ്പോകരുത്. രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9 ആണ്. കേരള സംസ്ഥാന വൈദ്യവകുപ്പ് മന്ത്രി ആരാണ്? നമുക്കിതിവിടെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യണം? പുതിയ ആൾക്കാരെ പഠിക്കണം. ഓക്കെ, പഠിച്ചു വെച്ചോ.
വി.ഡി. സതീശൻ എന്താണ് മുഖ്യമന്ത്രി? ധനകാര്യം, നിയമം, പൊതുഭരണം, തുറമുഖം. പഠിച്ചു വെക്കണം. ധനകാര്യ വകുപ്പും ആരാണ് കൈകാര്യം ചെയ്യുന്നത്? നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി എന്താണ്? വ്യവസായമുണ്ട്, IT ഉണ്ട്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമുണ്ട്, വിജിലൻസ് ഉണ്ട്. ഇനി അടുത്ത ഏതാണ്? സണ്ണി ജോസഫിന് എന്താണ്? വൈദ്യുതി ഉണ്ട്, പാർലമെന്ററി കാര്യമുണ്ട്. ഇനി കെ മുരളീധരൻ, അപ്പൊ വൈദ്യമന്ത്രി ആരാണ് നിലവില്? സണ്ണി ജോസഫ് ആണ്. കെ മുരളീധരൻ, ഇത് നിങ്ങൾ പഠിച്ചേക്കണം കേട്ടോ. ഉറപ്പായിട്ട് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കയറി വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാര്യം ഇതിങ്ങനെ മാറിയേക്കുന്നതുകൊണ്ട് തന്നെ കയറി ചോദിക്കാം. ഓക്കെ, ഇനി കെ മുരളീധരൻ ആരാണ്? ആരോഗ്യം, ദേവസ്വമാണ്. മോൻസ് ജോസഫ് ആണെങ്കിൽ ജലവിഭവമാണ്. ഇനി ഷിബു ബേബി ജോൺ വനം, നൈപുണ്യ വികസനം. അനൂപ് ജേക്കബ് ഭക്ഷ്യം, പൊതുവിതരണം. CP ജോൺ ഗതാഗതമാണ്. AP അനിൽകുമാർ റവന്യൂ ആണ്. N ഷംസുദ്ദീൻ ആണെങ്കിൽ പൊതുവിദ്യാഭ്യാസം, വഖഫാണ്. PC വിഷ്ണുനാഥ് ടൂറിസം, സാംസ്കാരികമാണ്. റോജി M ജോൺ ഉന്നത വിദ്യാഭ്യാസം. ബിന്ദു കൃഷ്ണ തൊഴിൽ, വനിതാ ശിശുക്ഷേമം, ക്ഷീരവികസനം. M ലിജു എക്സൈസ്, സഹകരണം. KM ഷാജി തദ്ദേശ സ്വയംഭരണമാണ്. PK ബഷീർ പൊതുമരാമത്താണ്. BE അബ്ദുൽ ഗഫൂർ ഫിഷറീസ് ആണ്. T സിദ്ദിഖ് കൃഷിയാണ്. KA തുളസി പിന്നോക്കക്ഷേമം. OJ ജനീഷ് ആണെങ്കിൽ കായികം, യുവജനക്ഷേമമാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ മന്ത്രിമാരെന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പരീക്ഷയിൽ തന്നെ 2 മന്ത്രിമാരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇനി വരുന്ന പരീക്ഷകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇത് പ്രതീക്ഷിക്കാം. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കേരളത്തിൽ മൊത്തം 44 നദികളാണ് ഉള്ളത്. അതിൽ 41 പടിഞ്ഞാറോട്ട്, 3 കിഴക്കോട്ടൊഴുകുന്നത്. 41 നദികൾ പടിഞ്ഞാറോട്ടൊഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് പെരിയാറാണ് ഏറ്റവും നീളമുള്ള നദി എന്ന് പറയുന്നത്. ഏറ്റവും നീളം കുറഞ്ഞ നദി ചോദിച്ചു കഴിഞ്ഞാൽ അത് മഞ്ചേശ്വരം പുഴയാണ്. 16 കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴയുടെ നീളം എന്ന് പറയുന്നത്. കിഴക്കോട്ടൊഴുകുന്ന നദികൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതൊക്കെയാണ്? കബനിയുണ്ട്, അതേപോലെ കബനി, ഭവാനി, പാമ്പാർ. അങ്ങനെ 3 നദികളാണ് എന്ത് വരുന്നത്? കിഴക്കോട്ടൊഴുകുന്നത്. വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് കബനി. അത് കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും വലുതാണ്. ഈ ഓർഡറിൽ തന്നെയാണ്. ഏറ്റവും വലുത്, ഏറ്റവും ചെറുത് പാമ്പാറാണ്. ബാണാസുര സാഗർ അണക്കെട്ടൊക്കെ എവിടെയാണ്? കബനിയുടെ പോഷക നദിയിലാണ്. ഇനി ഭവാനി ആണെങ്കിൽ എവിടെ നിന്നാണ്? നീലഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് എന്താ? ഭവാനി എന്ന് പറയുന്നത്. ഓക്കെ, പാമ്പാർ ആണെങ്കിലോ ഇടുക്കി ജില്ലയിലെ ദേവികുളത്തുള്ള ബെൻമൂറിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും ചെറുതാണ്. പഠിച്ചു വെക്കണം. കബനി, ഭവാനി, പാമ്പാർ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലുതെന്ന് പറയുന്നത് മലമ്പുഴ, വാഴാനി, പീച്ചി, കല്ലട. ഏതാണ് വലുത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കല്ലടയാണ്. ആദ്യത്തേത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ആദ്യത്തേത് മലമ്പുഴയാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുടെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് നമ്മുടെ പാലക്കാടുമാണ്. അതൊന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നോക്കാം. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് നമുക്ക് പാലക്കാടാണ് അല്ലെ. നമുക്കുള്ള നാഷണൽ പാർക്കുകളിൽ ഒരേ ഒരെണ്ണം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? വേറൊരു ജില്ലയിൽ കിടക്കുന്നത്. ബാക്കി 4 എവിടെയാണ്? നമ്മുടെ ഇടുക്കി ജില്ലയിലാണ്. അപ്പൊ പാലക്കാടിലാണ് സൈലന്റ് വാലി ഉള്ളത്. മണ്ണാർക്കാട് താലൂക്ക് പഠിച്ചു വെച്ചോളാം. 1984 എന്താ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തു അല്ലെ. ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നതാണ് ഇന്ദിരാഗാന്ധി. ഉദ്ഘാടനം ചെയ്തത് ആരാണ്? 85 രാജീവ് ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ് ഇപ്പോൾ നിലവിൽ കായിക വകുപ്പ് മന്ത്രി? OJ ജനീഷ് ആണ് ഇപ്പൊ നിലവിൽ കായിക വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത്. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ചട്ടമ്പി സ്വാമിയാണ്. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. എവിടെയാണ്? കണ്ണമ്മൂല അല്ലെ. ഏത് വർഷമാണ്? 1853 ഓഗസ്റ്റ് 25 ആര് ജനിക്കുന്നത്? ചട്ടമ്പി സ്വാമി. യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നും ബാല്യകാല നാമം കുഞ്ഞൻപിള്ള എന്നുമായിരുന്നു. യഥാർത്ഥ നാമം അയ്യപ്പൻ, ബാല്യകാല നാമം കുഞ്ഞൻപിള്ളയാണ്. ഓക്കെ, കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ ഇതിൽ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെന്നുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് കറക്റ്റ് ചെയ്തിട്ട് അതിൽ നോക്കിയിട്ട് ഞാനത് പിൻ ചെയ്തിട്ടേക്കാവേ. ഓക്കെ,
പിന്നെ എന്താണ് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്? ചട്ടമ്പി സ്വാമിയായിട്ട് ബന്ധപ്പെട്ട് വിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആരാണ്? ചട്ടമ്പി സ്വാമിയാണ്. അദ്ദേഹത്തിന്റെ കൃതികളാണ് വേദാധികാര നിരൂപണം, അല്ലെ, പ്രാചീന മലയാളം, അദ്വൈത ചിന്താ പദ്ധതിയൊക്കെ ചട്ടമ്പി സ്വാമിയുടെ കൃതികളാണ്. നെക്സ്റ്റ് നോക്കാം, അയ്യങ്കാളി ജനിച്ചതെന്ന്. അയ്യങ്കാളി എന്നാണ് ജനിച്ചത്? 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിക്കുന്നത്. പഠിച്ചു വെച്ചോളണം. 63 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ചു. 1907 അദ്ദേഹം എന്താരംഭിക്കുന്നു? SNDPയുടെ മാതൃകയിൽ സാധുജന പരിപാലിനി, അല്ലെ, സാധുജന പരിപാലന സംഘം ആരംഭിക്കുന്നു. അതേപോലെ അതിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി എന്ന് പറയുന്നത്. വില്ലുവണ്ടി യാത്ര നടത്തി. അദ്ദേഹത്തെയാണ് ഗാന്ധിജി എന്ത് വിളിക്കുന്നത്? പുലയ രാജാവ് എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? അയ്യങ്കാളി എന്ന് പറയുന്നത്. ആരാണ് അദ്ദേഹത്തെ അങ്ങനെ അഭിസംബോധന ചെയ്തത്? മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, അതേപോലെ നമ്മുടെ ശ്രീമൂലം പ്രജാസഭയിൽ 1911 മുതൽ ശ്രീമൂലം പ്രജാസഭയിൽ അദ്ദേഹം എന്തായിരുന്നു? അംഗമായിരുന്നു. നെക്സ്റ്റ് നോക്കാം, വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് എവിടെയാണ്? വൈക്കമാണ്. അത് കറണ്ട് അഫെയർ ആയിട്ടും കൂടി ചോദിച്ചതായിരുന്നു. കാര്യം ഈ ഇടക്കാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഓക്കെ, പെരിയോർ, അല്ലെ, തമിഴ്നാട്ടിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആര്? പെരിയോർ എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറിയപ്പെട്ട പേരാണ് എന്ത്? വൈക്കം വീരർ എന്നറിയപ്പെട്ടതും, അല്ലെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? ഒരു സ്മാരകം നിർമ്മിച്ചു കൊടുത്തത്. ഓക്കെ, താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? VT ഭട്ടതിരിപ്പാട്, ഏലിയാസ് ചാവറ, മഹാദേവ ഗോവിന്ദ റാനഡെ, വൈകുണ്ഠസ്വാമി. ആരാണത്? NG റാനഡെ, അല്ലെ, മഹാദേവ ഗോവിന്ദ റാനഡെ. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട എവിടെയാണ് അദ്ദേഹം? മഹാരാഷ്ട്ര ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിച്ചു വരുന്ന നേതാവാണ് ആര്? MG റാനഡെ എന്ന് പറയുന്നത്. VT ഭട്ടതിരിപ്പാട്, ഏലിയാസ് ചാവറ, വൈകുണ്ഠസ്വാമി എല്ലാം എന്താണ്? കേരളവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെ. ഇനി അതേപോലെ തന്നെ MG റാനഡെയാണ് എന്ത് നമ്മുടെ ആത്മറാം പാണ്ഡുരംഗാണ് എന്താ തുടങ്ങുന്നത്? പ്രാർത്ഥനാ സമാജം. ഈ പ്രാർത്ഥനാ സമാജവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു നേതാവാണ് ആര്? ഈ പറയുന്ന MG റാനഡെ. അതേപോലെ തന്നെ KT തലാങ് എന്നൊക്കെ പറയുന്നത് ഈ പ്രാർത്ഥനാ സമാജത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരാണ്. ഓക്കെ ആണല്ലോ. ചാവറയച്ചന്റെ പ്രത്യേകത എന്താണ്? പള്ളിക്കൊരു പള്ളിക്കൂടം. ഇന്ന് മിക്ക പള്ളികളുടെ, അല്ലെ, ഓരോ സ്കൂൾ പള്ളി, സെന്റ് അഗസ്റ്റിൻ, സെന്റ് സെബാസ്റ്റ്യൻ, സെന്റ് ആൽബർട്ട്സ് എന്നൊക്കെ പറയുന്ന ഓരോ പള്ളികളുടെ കൂടെയും എന്തുണ്ട്? ഒരു സ്കൂളുണ്ട്. ആ ഒരു പദ്ധതി കൊണ്ടുവന്നത് തന്നെ ആരാണ്? ഈ പറയുന്ന ഏലിയാസ് ചാവറയാണ്. പള്ളിക്കൊരു പള്ളിക്കൂടം. VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് പറയാനുള്ളത്? നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് ആര്? VT ഭട്ടതിരിപ്പാട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഏതാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം ആരുടേതാണെന്ന് ചോദിക്കാറുണ്ട്. VT ഭട്ടതിരിപ്പാടാണ്. വൈകുണ്ഠസ്വാമിയായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് പഠിക്കുന്നത്? സമത്വ സമാജം ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അധ്യക്ഷനായിരുന്ന മലയാളി. സംസ്ഥാന പുനഃസംഘടന ആരാണ്? ഫസൽ അലി കമ്മീഷൻ, അല്ലെ. ഫസൽ അലി കമ്മീഷനിൽ ആരൊക്കെയായിരുന്നു? സർദാർ KM പണിക്കരും ഉണ്ടായിരുന്നു, HN കുൻസ്രുവും ഉണ്ടായിരുന്നു. അപ്പൊ ആരാണ്? സർദാർ KM പണിക്കരാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഫസൽ അലി കമ്മീഷൻ, ഫസൽ അലി ആയിരുന്നു അധ്യക്ഷൻ. ഓക്കെ, ഹൃദയനാഥ് കുൻസ്രു അഥവാ HN കുൻസ്രു, അല്ലെ. 1956 അവർ എന്ത് ചെയ്യുന്നത്? ആ ഒരു കമ്മീഷൻ രൂപീകരിച്ചിട്ട് 55 കമ്മീഷൻ രൂപീകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ കമ്മീഷന്റെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടായിരുന്നു 56 ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻ ആയില്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ. അപ്പൊ എന്താണ് 56 എന്ത് വരുന്നുണ്ട്? സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കുകയും അങ്ങനെ 1956 നവംബർ 1 ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും അങ്ങനെ നിലവിൽ വരുവാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. ആരാണ്? 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാറിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എന്റെ ജീവിതകഥ ആരുടേതാണ്? AK ഗോപാലന്റേതാണ് എന്റെ ജീവിതകഥ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 2 സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കണം. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാറിൽ ജനിച്ചു. 27 INC-യിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. ഓക്കെ, ഇദ്ദേഹമാണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ടത്. ആരാണ്? AKG ആണ് പാവങ്ങളുടെ പടത്തലവൻ. പിന്നെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു ആര്? നമ്മുടെ AK ഗോപാലൻ എന്ന് പറയുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്.
അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ഫാക്റ്റ് ആണ്, നമ്മൾ എല്ലാവരും അല്ലെ, ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാണ് ആര്, ഈ പറയുന്ന AKG എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, എന്റെ ജീവിതകഥയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ഫാക്റ്റ് ആണ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ 1ാം ലോകസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു 1982 ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു ആര്, AK ഗോപാലൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മറ്റൊന്ന് പ്രത്യേകത എന്ന് പറയുന്നത് കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ചോദിച്ചാലും അതും ആരാണ്, AK ഗോപാലനാണ്. നെക്സ്റ്റ് നോക്കാം, ഗാന്ധിജിയും അരാജകത്വവും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഗാന്ധിജിയും അരാജകത്വവും SCRT പറഞ്ഞൊരു ഫാക്റ്റ് ആണിത്. ചേറ്റൂർ ശങ്കരൻ നായരുടേതാണ്. ഓക്കെ, ഏതാണ് ഗാന്ധിജിയും അരാജകത്വം എന്ന് പറയുന്നത്? നമുക്കറിയാം INCയുടെ INCയിൽ അംഗമായിരുന്ന INCയിൽ അധ്യക്ഷനായിരുന്ന ഏക മലയാളി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് നമ്മുടെ ചേറ്റൂർ ശങ്കരൻ നായരാണ്. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് എന്ത് സംഭവിച്ചത്? അമരാവതി സമ്മേളനത്തിലാണ് ഇദ്ദേഹം അവിടെ അംഗമായിട്ട് വരുന്നത്. ഓക്കെ, ഇദ്ദേഹമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം എന്താണ് ഉപേക്ഷിച്ചത്? അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഗാന്ധിജിയും അരാജകത്വം ഗാന്ധിജിയുടെ ആശയങ്ങളും അതേപോലെ നിസ്സഹകരണ പ്രസ്ഥാനം ഒക്കെ പോലെയുള്ള സമര രീതികളെ ഒക്കെ വിമർശിക്കുന്ന ഒരു പുസ്തകമാണ് ഗാന്ധിജിയും അരാജകത്വം എന്ന് പറയുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ ഈ പുസ്തകം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ഫത്ഹദുൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കവി മുഹമ്മദ് ആണ് ഇത് എഴുതിയിരിക്കുന്നത്. സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്. ഇനി എന്താണ് പറയുന്നത്? കേരളത്തിലെ ജാതി വ്യവസ്ഥയെ വിവരിക്കുന്നു. 17ാം നൂറ്റാണ്ടിൽ എഴുതിയ കാവ്യമാണ് ഈ പറയുന്ന ഫത്ഹദുൽ മുബീൻ എന്ന് പറയുന്നത്. 55ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? PSC ക്യാൻസൽ ചെയ്തു. ഇത് നമ്മുടെ SCRT ഫാക്ടിലായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യനെ പറ്റി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം എവിടെയാണ്? വടകര വനിതാ സമ്മേളനം. കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം എവിടെയായിരുന്നു? വടകരയിലായിരുന്നു. 1931 കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ മഹിളാ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ അധ്യക്ഷയാരായിരുന്നു? ഇതിന്റെ അധ്യക്ഷ പഠിച്ചു വെച്ചോ, മാർഗരറ്റ് പാവമണിയാണ് വടകരയിലെ ആദ്യത്തെ മഹിളാ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യത്താൻ ഗോപാലൻ. ആരാണ്? അയ്യത്താൻ ഗോപാലൻ. പഠിച്ചു വെച്ചോ, ദർസാർ സാഹിബ് ആരാണ്? അയ്യത്താൻ ഗോപാലനാണ്. ഇദ്ദേഹമാണ് ഡോക്ടർ സാഹിബ് എന്ന് പറയുന്നതും ഈ പറയുന്ന ദർസാർ സാഹിബ്, അതിന് തന്നെയാണ് ഡോക്ടർ സാഹിബ് എന്ന് ഉദ്ദേശിക്കുന്നതിനെയാണ് ദർസാർ സാഹിബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഇമ്പോർട്ടന്റ് ആയ ഫാക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ബ്രഹ്മസമാജം ഉണ്ടല്ലോ, നമ്മുടെ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജത്തിന്റെ ആശയങ്ങളൊക്കെ നമ്മുടെ മലബാറിൽ പ്രചരിപ്പിച്ചതും അങ്ങനെ ആ ഒരു ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചത് ആരാണ്? അയ്യത്താൻ ഗോപാലനാണ്. ഇദ്ദേഹമാണ് റാവു സാഹിബ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് റാവു സാഹിബ് എന്ന ബഹുമതി കൊടുത്താണ് അദ്ദേഹത്തെ ആദരിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൃതികൾ പഠിക്കണം. സാരഞ്ജിനി പരിണയം, അതേപോലെ സുശീല ദുഃഖം, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ. രവീന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ എന്ന കൃതി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? അയ്യത്താൻ ഗോപാലനാണ്. മറ്റു കൃതികൾ ഏതൊക്കെയാണ് പറഞ്ഞത്? സാരഞ്ജിനി പരിണയം, പഠിച്ചു വെക്കണേ, സാരഞ്ജിനി പരിണയം. അതേപോലെ തന്നെ സുശീല ദുഃഖം, രണ്ടുമാരുടേതാണ്. ഈ പറയുന്ന ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന അയ്യത്താൻ ഗോപാലന്റേതാണ്. ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ഈഴവ മെമ്മോറിയൽ, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ, ഏത് സംഭവമായിട്ടാണ് ബന്ധപ്പെട്ടത് ബാരിസ്റ്റർ GP പിള്ള? അത് നമ്മുടെ
മലയാളി മെമ്മോറിയൽ ആണ്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ്. മലയാളി മെമ്മോറിയലിന്റെ വർഷം ഏതാണ്? 1891 മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർക്ക് അമിതമായ പ്രാധാന്യം നൽകുന്നതിന് എതിരെയും എന്താണ്? തിരുവിതാംകൂറിലെ മലയാളികൾക്ക് എന്ത് ചെയ്യണം, അതായത് തിരുവിതാംകൂറുകാർക്ക് സർക്കാർ ജോലികളിൽ മതിയായ പ്രാതിനിധ്യം വേണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്താ? മലയാളി മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ എന്താണ്? ഈഴവ സമുദായം നേരിടുന്ന ആവശ്യകതകളായിട്ട് ഡോക്ടർ പൽപ്പു ആയിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന GP പിള്ള, ബാരിസ്റ്റർ GP പിള്ള മലയാളി മെമ്മോറിയൽ 1891 എന്ന് പറയുന്നത്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹം അറിയാലോ, ഏതാണ് വർഷം? 1931. ഈഴവ മെമ്മോറിയൽ ആണെങ്കിൽ 1896. നിവർത്തന പ്രക്ഷോഭമാണെങ്കിൽ അത് 1932. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആരാണ്? പനമ്പള്ളി ഗോവിന്ദമേനോൻ, ഇക്കണ്ട വാര്യർ, S നീലകണ്ഠയ്യർ, ഷൺമുഖം ചെട്ടി. ആരാണ്? ഷൺമുഖം ചെട്ടിയാണ് പെടാത്തതെന്ന് പറയുന്നത്. രാജ്യപ്രജാമണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? 1941 ജനുവരി 26 കൊച്ചി രാജ്യപ്രജാമണ്ഡലം രൂപീകരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് അതിന്റെ സ്ഥാപക നേതാക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു വെച്ചു. വി കൃഷ്ണൻ എഴുത്തച്ഛനുണ്ട്. അദ്ദേഹമായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. VR കൃഷ്ണൻ എഴുത്തച്ഛൻ ആദ്യത്തെ പ്രസിഡന്റ്. S നീലകണ്ഠയ്യർ ആദ്യത്തെ സെക്രട്ടറി. ഇദ്ദേഹമാണ് ആദ്യത്തെ സെക്രട്ടറി. ഓക്കെ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ പ്രസിഡന്റും നീലകണ്ഠയ്യർ സെക്രട്ടറിയുമായിരുന്നു. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ഷൺമുഖം ചെട്ടിയുമായിട്ട് ബന്ധപ്പെട്ട്? നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യ മന്ത്രി കൂടിയായിരുന്നു ആര്? ഷൺമുഖം ചെട്ടി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. അതിലൊരെണ്ണം താഴെ പറയുന്നു. അപ്പോ ഏതൊക്കെയാണ്? പഠിച്ചു വെച്ചോ. ഏതൊക്കെയാണെന്ന് ആദ്യം പഠിച്ചു വെക്കാൻ നമുക്ക്. 4 എണ്ണം അല്ലേ? തോവാള, ഓക്കെ, അഗസ്തീശ്വരം, തോവാള, അഗസ്തീശ്വരം, അതേപോലെ കൽക്കുളം, പിന്നെ ഏതാണ്? വിളവങ്കോട്. ഇങ്ങനെ 4 പ്രദേശങ്ങളാണ് എന്ത് ചെയ്തത്? തിരുവിതാംകൂറിലെ ഈ 4 താലൂക്കുകളാണ് നമ്മൾ എന്ത് ചെയ്തത്? മദ്രാശിക്ക് വിട്ടുകൊടുത്തത്. അപ്പൊ അതിൽ താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അഗസ്തീശ്വരമാണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ഈ ദക്ഷിണ കാനറയിലെ, അതായത് കാസർഗോഡ് താലൂക്കൊക്കെ കേരളത്തോട് കൂട്ടിച്ചേർക്കുന്നത് മലബാർ അല്ലെ, പഴയ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു ഈ മലബാർ എന്ന് പറയുന്ന ജില്ല. അതും അതേപോലെ കാസർഗോഡും ഒക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൂട്ടിച്ചേർക്കുവാണ്. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? ഏതൊക്കെയാണ്? തിരുവിതാംകൂറിലെ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നീ 4 താലൂക്കുകൾ പൂർണ്ണമായും വിട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ ഏതാണ്? ചെങ്കോട്ട താലൂക്കിന്റെ ഒരു ഭാഗവും തമിഴ്നാടിനോട് ചേർക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് എന്ത് വരുന്നത്? നമ്മുടെ കന്യാകുമാരി ജില്ല അല്ലെ രൂപീകരിക്കുന്നത്. ശരിക്കും പണ്ടപ്പോ കന്യാകുമാരി എവിടെയായിരുന്നു? നമ്മുടെ കേരളത്തിൻ്റെത്. നമ്മൾ എന്ത് ചെയ്താണെന്ന് വിട്ടുകൊടുത്തതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമേത്? വൈറ്റമിൻ എ കണ്ണും പൂട്ടി നമുക്കറിയാം അല്ലെ, നിശാന്തതയാണ്. നിശാന്തത വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. മങ്ങിയ വെളിച്ചത്തിൽ രാത്രിയാകുമ്പോഴേക്കും എന്താണ് കാണാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിശാന്തത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന മറ്റൊരു രോഗമാണ് എന്ത്? സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. അതായത് നേത്രാവരണം എന്ത് ചെയ്യുന്നുണ്ട്? നന്നായിട്ട് വരണ്ടു പോകുന്നതിനെയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഇനി മയോപ്പിയ എന്ന് പറയുമ്പോൾ എന്താണത്? ഹ്രസ്വദൃഷ്ടി. മയോപ്പിയ എന്താണ്? ഹ്രസ്വദൃഷ്ടിയാണ്. ഓക്കെ, അതായത് എന്താണ്? കണ്ണിന്റെ ഒരു അപവർത്തന വൈകല്യമാണ്. നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ അടുത്തുള്ള വസ്തുക്കളെയൊന്നും എന്താണ് കാണാനായിട്ട് പറ്റും. ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വം എന്ന് പറയുമ്പോൾ എന്താണ്? തൊട്ടടുത്തല്ലേ ഹ്രസ്വം, ദൈർഘ്യം കുറവാണ്. അപ്പൊ ഹ്രസ്വദൃഷ്ടി എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെ ഹ്രസ്വം, അടുത്തുള്ള നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദൂരെയുള്ളവ എന്താണ്? കാണാൻ പറ്റില്ല. അപ്പൊ ദീർഘദൃഷ്ടി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് ദൂരെയുള്ളത് കാണാൻ പറ്റും, അടുത്തുള്ളത് കാണാൻ പറ്റില്ല. വർണ്ണാന്തത എന്ന് പറയുമ്പോൾ എന്താണ്? ചില നിറങ്ങൾ കാണാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ ഡാൾട്ടനിസം അല്ലെ, ഡാൾട്ടൻ എഫക്ട്, ആ ഒരു രോഗമായിട്ട് പറയുക. അതായത് നമ്മുടെ പണ്ടത്തെ ശാസ്ത്രജ്ഞനായ ഡാൾട്ടന് ഈ അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത, അത് ശരിക്കും ഒരു ജനിതകപരമായ അസുഖമാണ് വർണ്ണാന്തത എന്ന് പറയുന്നത്. ഗ്ലോക്കോമ എന്താണ്? അതായത് കണ്ണിലെ പ്രഷർ കൂടി വരുമ്പോൾ അവസ്ഥയാണ് എന്ത്? ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ജീവിതശൈലി അല്ലാത്തതാണ് വേണ്ടത്. പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ്. ഫാറ്റി ലിവർ, പക്ഷാഘാതം ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. അല്ലാത്തത് ചോദിക്കുമ്പോൾ അത് ഏതാണ് ആൻസർ വരേണ്ടത്? ഹിമോഫീലിയ ആണ്. ഓക്കെ, ഹിമോഫീലിയ എന്ന് പറയുമ്പോൾ അതെന്താണ്? ഒരു ജനിതക രോഗമാണ്. ഓക്കെ, എന്താണ് ഹിമോഫീലിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? നമുക്കറിയാം അല്ലെ, ഹിമോഫീലിയ രാജകീയ രോഗമാണ്. അതായത് ചെറിയ മുറിവ് ഉണ്ടായാൽ പോലും എന്ത് പറ്റില്ല, അതിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ആ അവസ്ഥയാണ് ഹിമോഫീലിയ അല്ലെങ്കിൽ രാജകീയ രോഗം എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. നിശബ്ദ വസന്തം PSCയുടെ ചോദിച്ചു മടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇപ്പോഴും അവർ ചോദിക്കുന്നുണ്ട്. സൈലന്റ് സ്പ്രിംഗ് ആരാണ്? റേച്ചൽ കാർസൺ ആണ്. നിശബ്ദ വസന്തം എന്താണ് പ്രത്യേകത? അല്ലെ, DDT എന്ന് പറയുന്ന കീടനാശിനി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പുസ്തകത്തിൽ മെയിൻ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, MS സ്വാമിനാഥൻ ആരാണ്? MS സ്വാമിനാഥൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് അല്ലെ. ഇനി ചാൾസ് ഡാർവിൻ ആരാണ്? പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ്. ഇനി അതേപോലെ തന്നെ സലീം അലി ആരാണ്? സലീം അലി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? സലീം അലിയാണ്. താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത്? വന്യജീവി സങ്കേതമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണെന്ന് നോക്കാം. പെരിയാറ്, ഇരവികുളം, സൈലന്റ് വാലി, അതേപോലെ തന്നെ ഏതാണ് വരുന്നത്? നീലഗിരി. ഏതാണ് വന്യജീവി സങ്കേതം? സൈലന്റ് വാലിയൊക്കെ നാഷണൽ പാർക്കാണ് അല്ലെ. പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത്? ഏതാണ്? നമ്മുടെ പല്ലിൽ കാണുന്ന ഇനാമൽ ആണ് അല്ലെ. ഇനാമൽ ആണ് ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. ഇനി എന്താണ് ഡെൻഡൈൻ? എന്താണ്? നമ്മുടെ പല്ലിന്റെ കാഠിന്യമുള്ള പദാർത്ഥമായ ഇനാമലിന്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന പാളിയാണ് എന്ത്? ഡെൻഡൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഏതാണ് പറയുന്നത്? തലയോട് നമുക്കറിയാം അല്ലെ, കപാലം, തലയോട്. ഇനി എന്താണ് സ്റ്റേപ്പിസ് എന്ന് പറഞ്ഞാൽ മനുഷ്യരിലെ ഏറ്റവും ചെറിയ അസ്ഥി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. നമ്മുടെ മധ്യകർണത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? സ്റ്റേപ്പിസ് സ്ഥിതി ചെയ്യുന്നത്. ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? HIV എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയാണ് എന്ത് ചെയ്യുന്നത്? ബാധിക്കുന്നത്. അപ്പൊ അത് ഏതായിരിക്കും? അത് നമ്മുടെ ലിംഫോസൈറ്റുകളാണ്. ഓക്കെ, ലിംഫോസൈറ്റുകളിലെ T ഹൈപ്പർ കോശങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്? ഈ വൈറസുകൾ ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഏതാണ്? ലിംഫോസൈറ്റ് ആണ്. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ് യൂറിയ നിർമ്മിക്കുന്നത്? അത് നമ്മുടെ കരളിലാണ് യൂറിയ നിർമ്മാണം നടക്കുന്നത്. ഓക്കെ, അതായത് എന്താണ് നമുക്കറിയാം, നമ്മുടെ പ്രോട്ടീനുകളുടെ വിഘടനമായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് എന്ത്? അമോണിയ എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വിഷാംശം കുറഞ്ഞ യൂറിയ ആക്കി മാറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനമേത്? അമ്പിളി, കൗമുദി, സൽകീർത്തി, പ്രിയങ്ക. ഏതാണ് കേരള കാർഷിക സർവകലാശാല കൊണ്ടുവന്നത്? അമ്പിളി, കൗമുദി, സൽകീർത്തി, പ്രിയങ്ക. ഏതായിരിക്കും ആൻസർ വരേണ്ടത്? അത് പ്രിയങ്കയാണ്. പ്രിയങ്ക പാവൽ. ഓക്കെ, അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷമേത്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം ഏതാണ്? അത് 2023 ആണ് ചെറുധാന്യ വർഷം എന്ന് പറയുന്നത്. ഓക്കെ, ചെറുധാന്യ വർഷം അപ്പൊ 2023 ആണ്. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര തുകയാണ് അനുവദിച്ചിട്ടുള്ളത്? അത് 5 ലക്ഷം രൂപയാണ്. അപ്പൊ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. നെക്സ്റ്റ് നോക്കാം. പ്രവൃത്തി സംഭവിക്കുന്ന ചില സംഭവങ്ങൾ നൽകിയിരിക്കുന്നു. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. മുകളിൽ തന്നിരിക്കുന്നവ പരിശോധിച്ച് തന്നിരിക്കുന്നവയിൽ 1 മാത്രമാണ് പോസിറ്റീവായ സന്ദർഭം, 3 മാത്രമാണ് പോസിറ്റീവ്, 2ഉം 3ഉം പോസിറ്റീവാണ്, 1ഉം 2ഉം പോസിറ്റീവാണ്. അപ്പൊ നമുക്ക് ആദ്യം എന്തറിയണം? എന്താണ് പോസിറ്റീവ് പ്രവൃത്തി അല്ലെ? പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നതെന്ന് നോക്കണം. അതായത് നോക്കിക്കേ, ഞാൻ ഇവിടെ നിന്ന് കല്ല് മുകളിലേക്ക് എറിയുവാണ്. ഇത് നമ്മുടെ ഭൂമിയാണേ. ഞാൻ ഇവിടെ നിന്ന് കല്ലെടുത്ത് മുകളിലോട്ട് എറിഞ്ഞു.
അപ്പൊ കല്ല് മുകളിലോട്ട് പോയി ഭൂഗുരുത്വാകർഷണ ബലം താഴോക്കാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് അതവിടെ ഒന്ന് അല്ലെ, ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണോ? അല്ല, അത് നെഗറ്റീവ് ആണ്. കല്ലിന് എനിക്ക് മുകളിലേക്കാണ് വിടേണ്ടത്, പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഭൂഗുരുത്വാകർഷണ ബലം കല്ലിനെ താഴേക്ക് വലിക്കുന്നുണ്ട്. സോ ഇത് എന്താണ് ഇവിടെ? അതൊരു നെഗറ്റീവ് പ്രവൃത്തിയാണ്. സോ ആൻസർ ഇവിടെ എന്താണത്? തെറ്റാണ്. ഒന്നെന്ന് പറയുന്നത് ശരിയല്ല. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി അല്ലെ, ഈ പറയുന്ന നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഈ തെങ്ങാണ് അല്ലെ, ഈ തെങ്ങിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ തേങ്ങ താഴേക്ക് വീഴുവാണ്. ഭൂഗുരുത്വാകർഷണ ബലം എന്താണ് ചെയ്യുന്നത്? തേങ്ങയെ താഴേക്ക് തന്നെയല്ലേ വലിക്കുന്നത്. അപ്പൊ അവിടെ എന്താണത്? പോസിറ്റീവ് ആണ്. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം കല്ലിൽ ഉപയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി അല്ലെ. ഞാൻ ഈ കല്ല് മുകളിലേക്ക് എറിയണമെങ്കിൽ ഞാൻ അതിനെ മുകളിലേക്ക് തന്നെയാണ് ആ ബലം കൊടുക്കുന്നത്. സോ ഇതും എന്താണ്? ഞാൻ കൊടുക്കുന്ന ബലം എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെയല്ലേ കല്ലും പോകുന്നത്. അപ്പൊ ഇതും പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ് വരേണ്ടത്? ഓപ്ഷൻ സി 2ഉം 3ഉം ഇവിടെ പോസിറ്റീവായ പ്രവൃത്തിയാണ്. അപ്പൊ 71 എന്ന് പറയുമ്പോൾ ആൻസർ ഏതാണ്? സി 2ഉം 3ഉം പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങളാണ്. നെക്സ്റ്റ് നോക്കാം. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് നോക്കാം നമുക്ക്. എങ്ങനെയാ പറയുന്നത്? ഒരു കോൺകേവ് ദർപ്പണം, കേവ് ആണ് പറയുന്നത്. സോ കോൺകേവ് ദർപ്പണം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് വരേണ്ടത്? ഇങ്ങനെയാണ് കോൺകേവ് ദർപ്പണം അല്ലെ. അവിടെ നമുക്കറിയാം എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അതായത് പോളിനും മുഖ്യ ഫോക്കസിനും ഇടയിൽ, അതിനെയാണ് ഈ പറയുന്നത്. ഇതാണ് എഫ് വരുന്നത്, ഇതാണ് അതിന്റെ പോൾ. ഇവിടെയാണ് നമ്മൾ ആ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു വെച്ചു അതെന്താണ് അവിടെ? ആ പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതായിരിക്കും, എന്താണ്, മിഥ്യയായിരിക്കും, നിവർന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് പറയേണ്ടത് കേട്ടോ. അപ്പോൾ ഏതാണ്? വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നതായിരിക്കും. ഇങ്ങനെ ഒരു ബോക്സ് നമുക്ക് ശരിക്കും പഠിക്കാനുണ്ട്, ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ട വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നത്. അതായത് എഫിനും ബിക്കും ഇടയിൽ, പിക്കും അതേപോലെ തന്നെ എന്താണ് സിക്കും ഇടയിൽ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മനുഷ്യരുടെ ശ്രവണപരിധി എത്രയാണ്? മനുഷ്യരുടെ ശ്രവണപരിധി എന്ന് പറയുന്നത്? നമ്മൾ സൗണ്ടിന്റെ ഓൾറെഡി ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ്. ഇത് 2000 ആണ്. ഇത് 2 ഹെർട്സ് മുതൽ 20,000 ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യന്റെ ശ്രവണപരിധി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. 20 ഹെർട്സിൽ താഴെയായ ശബ്ദങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? ഇൻഫ്രാസോണിക് എന്ന് പറയുന്നു. 20,000 ഹെർട്സിൽ മുകളിലായ ശബ്ദങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? അൾട്രാസോണിക് ശബ്ദങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, അതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് കയറി ചോദിക്കുന്നതാണ്. ഇൻഫ്രാസോണിക്കിലാണ് നമ്മുടെ ആന, തിമിംഗലം, ജിറാഫ് ഒക്കെ ആശയവിനിമയം നടത്തുന്ന ഏതിലാണ്? ഇൻഫ്രാസോണിക്കിലാണ്. എങ്കിൽ നായ, പൂച്ച, വവ്വാല് തുടങ്ങിയ ജീവികൾക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അൾട്രാസോണിക് ആണ്. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി സെൽഷ്യസ് താപനില കെൽവിൻ സ്കെയിൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് വരേണ്ടത്? നോക്കാം നമുക്ക് എത്രയാണ്. അതായത് നമുക്കറിയാം സെൽഷ്യസിനെ നമുക്ക് എന്താക്കി മാറ്റണം? ഫാരൻഹീറ്റിലോട്ട് മാറ്റണം. അതാണല്ലോ ചോദിച്ചിരിക്കുന്നത്. ഫാരൻഹീറ്റ് തന്നിരിക്കുന്നതിന് നമുക്ക് കെൽവിനിലോട്ട് മാറണം. അപ്പൊ അതിന് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഫാരൻഹീറ്റിനെ ആദ്യം സെൽഷ്യസിലോട്ട് മാറ്റണം. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഫാരൻഹീറ്റിനെ സെൽഷ്യസിലോട്ട് മാറ്റാൻ സി ഈക്വൽ ടു, ഇവിടെ എന്താണ് വരേണ്ടത്? സി ഈക്വൽ ടു എഫ് മൈനസ് 32 ഇൻറ്റു എന്താണ്? 5/9 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. സി ഈക്വൽ ടു എഫ് മൈനസ് 32 ഇൻറ്റു 5/9 ചെയ്യുക. ഇവിടെ എഫ് എന്ന് പറയുന്നത് എത്രയാണ്? 98 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് എഫ് എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ എങ്ങനെ വരും? 98 മൈനസ് 32 എന്ന് വരും. ഇവിടെ ഇൻറ്റു എന്ത് ചെയ്യണം? 5/9 ആണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. സോ 98 മൈനസ് 32 എന്ന് പറയുമ്പോൾ ആൻസർ എത്രയാണ് വരേണ്ടത്? ഇവിടെ 66 വരും. 66 ഇൻറ്റു 5/9 ചെയ്യണം. ഇവിടെ നമുക്കിതിനെ കട്ട് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് വരുമ്പോൾ അപ്രോക്സിമേറ്റ് ഏകദേശം 36.67 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്തെന്ന് പറയുന്നത്. 98 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 36.6 സെൽഷ്യസ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സെൽഷ്യസിനെ നമുക്ക് കെൽവിനിലോട്ട് മാറ്റാൻ എളുപ്പമാണ്. സെൽഷ്യസിനെ കെൽവിനിലോട്ട് മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടത്? സി പ്ലസ് 273.15 ആഡ് ചെയ്താൽ മതി.
ഓക്കെ, അപ്പൊ സി എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര കിട്ടി? 36.67 നമുക്ക് എന്ത് ആഡ് ചെയ്യണം? 273.15 ആഡ് ചെയ്യണം. 36. ഓക്കെ, ഇത് അപ്രോക്സിമേറ്റ്ലി എന്താണ് വരേണ്ടത്? 309 എന്ന് വരും. 6 3 9 7 3 10 309. അപ്പൊ അപ്രോക്സിമേറ്റ് വരുന്നത് 309.82 ആണ് കേട്ടോ. ഇവിടെ 36.67 കൂടി ഇല്ലേ, അപ്പൊ ഇവിടെ 82 എന്ന് വരും. എന്ന് പറഞ്ഞാൽ ഏകദേശം എത്രയാണ്? 309 എന്ന് പറയുമ്പോൾ നമുക്ക് അത് അപ്രോക്സിമേറ്റ് എങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റും? 310 കെൽവിനിലോട്ട് മാറാൻ പറ്റും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? സെൽഷ്യസിനെ ഫാരൻഹീറ്റിലോട്ട് ആദ്യം എന്ത് ചെയ്യണം? സെൽഷ്യസിനെ അല്ലെ, സെൽഷ്യസിനെ ഫാരൻഹീറ്റിനെ സെൽഷ്യസിലോട്ട് മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടത്? F-32 × 5/9 ചെയ്യണം. ആ തന്നിരിക്കുന്ന സെൽഷ്യസിനെ കെൽവിനിലോട്ട് ആക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? സെൽഷ്യസ് പ്ലസ് 273.15 എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ചലനവുമായി ബന്ധപ്പെട്ട സമവാക്യം ഏതെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ചലനവുമായി ബന്ധപ്പെട്ട്? നമുക്ക് ചലനവുമായി ബന്ധപ്പെട്ട് 3 സമവാക്യങ്ങളാണ് ഉള്ളത്. V = U + AT, ഒന്നാമത്തെ സമവാക്യം. രണ്ടാമത്തേത് S = UT + ½ AT² എന്നുള്ളതാണ്. മൂന്നാമത്തേത് എന്താണ്? V² = U² + 2AS എന്നുള്ളതാണ്. V² = U² + 2AS. ഇവിടെ നമുക്ക് ഫസ്റ്റ് നോക്കാം. U + ST ആണ്, സോ ഇതല്ല. UT + ½ AT² ആണ്, അപ്പൊ ഇതുമല്ല. V² = U² + 2AT, ഇതുമല്ല. ഇനി ആകെയുള്ളത് ഇത് മാത്രമാണല്ലോ. നോക്കിക്കേ, ഇവിടെ നമുക്ക് ആദ്യം തന്നിരിക്കുന്നതാണ് U² + 2AS എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് വരേണ്ടത്? V² ആയിട്ട് വരും. ഓക്കെ, കണ്ടോ? കറക്റ്റ് അല്ലേ? ഈ ഇക്വേഷനിൽ ഈ പറഞ്ഞിരിക്കുന്നത് V² = U² + 2AS എന്ന് പറയുന്നത് ജസ്റ്റ് ഇതിന് ഇപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇക്വേഷൻ ആയിട്ട് മാറും. U² + 2AS = V² എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ഏതാണ് ചലന സമവാക്യം ബന്ധമുള്ളതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ U എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യ പ്രവേഗം അല്ലെ, ഇനീഷ്യൽ വെലോസിറ്റി ആണ് നമ്മൾ എന്ത് പറയുന്നത്? U എന്ന് പറയുന്നത്. അടുത്തത് V എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്? അത് നമ്മുടെ ഫൈനൽ വെലോസിറ്റി ആണ് എന്ത് പറയുന്നത്? V എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് വരേണ്ടത്? ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ചലന സമവാക്യങ്ങളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 3 ചലന സമവാക്യങ്ങളും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. V = U + AT ആണ് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരേണ്ടത് S = UT + ½ AT² ആണ്. തേർഡ് വരേണ്ടതാണ് V² = 2AS എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന പരിവർത്തനം, ഊർജ്ജ പരിവർത്തനം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് പെട്രോൾ കാറിൽ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു, അല്ലെങ്കിൽ എന്താണ്? താപോർജ്ജം വൈദ്യോർജ്ജമാകുന്നു, രാസോർജ്ജം ഗതികോർജ്ജമാകുന്നു അല്ലെ. അതിനുള്ളിൽ നടക്കുന്ന ആ ബാറ്ററി അല്ലെ, അതിനുള്ളിൽ നടക്കുന്ന രാസോർജ്ജം എന്ത് ചെയ്യുന്നുണ്ട്? ഗതികോർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പെട്രോളിനുള്ളിൽ നടക്കുന്ന ആ ഒരു രാസോർജ്ജം എന്ത് ചെയ്യുന്നുണ്ട്? അത് എഞ്ചിൻ കത്തി താപോർജ്ജമായിട്ട് മാറും. ആ താപോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറും. ആ യാന്ത്രികോർജ്ജം എന്തായിട്ട് മാറും? ഗതികോർജ്ജമായിട്ട് മാറും. അപ്പൊ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താണത്? അവിടെ രാസോർജ്ജം ഗതികോർജ്ജമായിട്ടാണ് മാറുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെ വേണം? സൂര്യഗ്രഹണമാണ് നമുക്ക് വേണ്ടത്. സൂര്യഗ്രഹണത്തില് ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു. ഏതാണ് ആൻസർ എന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ഓക്കെ, അതായത് ഇത് നമ്മുടെ ഭൂമിയാണെങ്കിൽ ഇത് നമ്മുടെ സൂര്യൻ, ഇത് നമ്മുടെ ഭൂമി. സൂര്യനും ഭൂമിക്കിടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? സൂര്യഗ്രഹണം വരുന്നത്. സോളാർ എക്ലിപ്സ് എന്ന് പറയും. സൂര്യനും ഭൂമിക്കുമിടയിൽ ആര് വരണം? ചന്ദ്രൻ വരണം. അങ്ങനെയാണെങ്കിൽ അല്ലെ, നമുക്കിത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചന്ദ്രഗ്രഹണമാണെങ്കിലോ, ഇത് സൂര്യഗ്രഹണമല്ലേ പറഞ്ഞത്? എന്താ പറയുന്നത്? ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു. ഓപ്ഷൻ എ ആണ്. അങ്ങനെയാണെങ്കിൽ ചന്ദ്രഗ്രഹണമാണെങ്കിലോ ഇവിടെ എന്തുണ്ട്? സൂര്യനുണ്ട്. ഇവിടെ എന്ത് വരും? ചന്ദ്രൻ വരും. സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോഴാണ് ഇത് നമ്മുടെ ആരാണ്? സൂര്യനാണ്. ഇത് നമ്മുടെ ഭൂമിയാണ്. സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ചന്ദ്രഗ്രഹണം വരുന്നത്. സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി നേർരേഖയിൽ വരുമ്പോഴാണ് സംഭവിക്കുന്നത് എന്താണ്? ചന്ദ്രഗ്രഹണമാണ്. അത് പഠിച്ചു വെക്കണേ. സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വന്നാൽ സൂര്യഗ്രഹണം,
ഓർത്തിരിക്കുക, ആദ്യം ആരാണ്? സൂര്യനാണെന്ന് ഓർത്തിരിക്കുക രണ്ടിടത്തും. ചന്ദ്രനാണ് ആദ്യം വരുന്നതെങ്കിൽ എന്തായിരിക്കും അത്? ചന്ദ്രഗ്രഹണമായിരിക്കും, സോറി സൂര്യഗ്രഹണമായിരിക്കും. ചന്ദ്രൻ ആദ്യം വന്നാൽ സൂര്യഗ്രഹണം, ഭൂമി ആദ്യം വന്നാൽ ചന്ദ്രഗ്രഹണമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അത് നമുക്ക് എന്താണെന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രജൻ എന്താണ് പ്രത്യേകത? നിറമോ മണമോ ഇല്ലാത്തൊരു വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഹൈഡ്രജൻ എപ്പോഴും നമ്മൾ H2 ആയിട്ടാണ് കാണപ്പെടുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് 2 മാത്രമാണ് തെറ്റെന്ന് പറയുന്നത്. ഓപ്ഷൻ സി 2 മാത്രമാണ്. അതായത് ഹൈഡ്രജൻ എന്തില്ല? നിറവുമില്ല, മണവുമില്ലാത്തൊരു വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ എന്ത് ചെയ്യില്ല? ജലത്തിൽ ലയിക്കില്ല. വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ്, അതായത് ജലത്തിൽ ലയിക്കാത്ത വാതകമായിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈഡ്രജനെ കാണുന്നത്. ദ്വയാറ്റോമികം എപ്പോഴും ഹൈഡ്രജൻ H2 എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റിലായിരിക്കും കാണപ്പെടുന്നത്. ആരാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാണ് ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഹൈഡ്രജന് പേര് നൽകിയത്, കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണെങ്കിൽ ഹൈഡ്രജന് പേര് നൽകിയത് ആരാണ്? അത് ലാവോസിയർ ആണ് ഹൈഡ്രജന് പേര് നൽകിയത്, ലാവോസിയർ. ഓക്കെ, ഭാരം കുറഞ്ഞ മൂലകമാണ് എന്ത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഭാരം കുറഞ്ഞ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന ഒരു മൂലകം ഏതെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. അതേപോലെ തന്നെ എന്താണ്? ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഒരു ഇന്ധനമാണ് എന്ത്? ഹൈഡ്രജൻ, അല്ലെ? അതേപോലെ തന്നെ മറ്റൊരു ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഹൈഡ്രജന്റെ പ്രധാന ഐസോട്ടോപ്പുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തൊക്കെയാണ്? പ്രോട്ടിയം എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ്. നെക്സ്റ്റ് വരുന്നത് ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ്. നെക്സ്റ്റ് വരുന്നത് ട്രിഷ്യം എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം 3 ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളാണ്. ഓക്കെ, പ്രോട്ടിയം എന്ന് പറയുമ്പോൾ എന്താണ്? H11. ഇവിടെ നമുക്ക് H21 എന്ന് വരും, ഇവിടെ നമുക്ക് H31 എന്ന് വരും. ഇതാണ് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? ജലത്തിൽ ലയിക്കുന്നു എന്നുള്ള പ്രസ്താവന മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. തന്നിരിക്കുന്ന ഐസോട്ടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. എന്താണ് ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്? ഐസോട്ടോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചോ, വ്യത്യസ്ത മാസ് ആയിരിക്കും. ടോപ്പ് മാസ് ആണെന്ന് വിചാരിക്കുക, അല്ലെ? മാസ് വേറെ ലെവലാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചു വെക്കുക. അപ്പൊ ഐസോട്ടോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും എന്താണ്? ഒരേ ആറ്റോമിക നമ്പറുമുള്ള മൂലകങ്ങൾ. ഒരു മൂലകത്തിന്റെ തന്നെ വ്യത്യസ്ത ആറ്റങ്ങളാണ്. ഒരേ മൂലകത്തിന് ഇപ്പൊ നമ്മൾ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ പറഞ്ഞു, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്ന് പറയുന്നത്. അത് 3 എന്താണ്? ഹൈഡ്രജന്റേതാണ്, അല്ലെ? ഹൈഡ്രജന്റെ തന്നെയാണ്. അപ്പൊ എന്താണ്? ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ്. അവിടെ എന്താ വ്യത്യാസം? വ്യത്യസ്ത മാസ് നമ്പർ. നമ്മൾ നേരത്തെ പറഞ്ഞു കൊണ്ടാ, വ്യത്യസ്ത മാസ് നമ്പർ, മുകളിൽ എഴുതുന്ന മാസ് നമ്പർ മാറുന്നുണ്ട്. പ്രോട്ടിയത്തിൻ്റെത് H11 ആണ്, ഡ്യൂട്ടീരിയത്തിൻ്റെത് H21 ആണ്, ട്രിഷ്യത്തിൻ്റെത് H31 ആണ്. അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചത്? വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറുമുള്ള മൂലകങ്ങളെ പറയുന്ന പേരാണെന്ത്? ഈ പറയുന്ന ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത്. ഇനി 0 ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതെന്ന് ചോദിക്കും. അവിടെ ഏതാണത്? പ്രോട്ടോൺ ആണ്. അതായത് ഈ പറയുന്നതില് ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ പ്രോട്ടോൺ ഏതായിരുന്നു? പ്രോട്ടിയം. ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ മതി. 1 - 1 0 ആണ്. അപ്പൊ ഇവിടുത്തെ ന്യൂട്രോണിന്റെ എണ്ണം 0 ആണ്. ഇവിടുത്തെ ന്യൂട്രോണിന്റെ എണ്ണം എത്രയാണ്? 2 - 1 1 ആണ് ന്യൂട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റിലാണ് പോവേണ്ടത്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അപ്പൊ എന്താണ് ഐസോബാർ എന്ന് പറഞ്ഞാൽ? ഐസോടോപ്പ് നമ്മൾ പറഞ്ഞല്ലോ. ഐസോബാർ എന്താണ്? ഒരേ മാസ് നമ്പരും വ്യത്യസ്ത ആറ്റോമിക നമ്പർ സംഖ്യയുമുള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഒരേ മാസ് നമ്പരും വ്യത്യസ്ത ആറ്റോമിക നമ്പരുമുള്ള വ്യത്യസ്ത മൂലകത്തിന്റെ ആറ്റങ്ങളെ പറയുന്ന പേരാണ് ഐസോബാർ എന്ന് പറയുന്നത്. ഐസോട്ടോൺ എന്താണ്? ഐസോട്ടോൺ എന്ന് പറഞ്ഞാൽ ഒരേ എണ്ണം ന്യൂട്രോണുകൾ ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഐസോട്ടോൺ. ഇപ്പൊ നമുക്കറിയാം കാർബണിന്റെ 14 അതേപോലെ തന്നെ ഓക്സിജന്റേത് 16 ഓക്കെ, അതിന്റെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. അതിലെ ന്യൂട്രോണിന്റെ എണ്ണം 2-നും 8 വീതമാണ്.
അപ്പൊ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായവയെ പറയുന്ന പേരാണ് ഐസോട്ടോൺ എന്ന് പറയുന്നത്. ഐസോട്ടോൺ. ഐസോബാർ എന്താണപ്പോ? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറും ആണെങ്കിൽ ഐസോബാർ ആണ്. ഐസോടോപ്പ് ആണെങ്കിൽ പല പല മാസ് കാണിക്കും അല്ലെ. ടോപ്പിലുള്ള ആക്ടേഴ്സ് ഒക്കെ പല പല മാസ് കാണിക്കും. വ്യത്യസ്ത മാസുകളാണെന്ന് വിചാരിക്കുക. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറുമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആറ്റോമിക സംഖ്യ 8 ആയ മൂലകം ഏത്? ആറ്റോമിക സംഖ്യ 8 ആയത് ഏതാണ്? ആറ്റോമിക സംഖ്യ 8 എന്ന് പറയുമ്പോൾ ഓക്സിജൻ അല്ലേ വരുന്നത്? ഓപ്ഷൻ ഡി ഓക്സിജൻ ആണ് വരേണ്ടത്. ഹൈഡ്രജന്റെ ആറ്റോമിക സംഖ്യ എത്രയാണ്? ഹൈഡ്രജന്റെ ആറ്റോമിക സംഖ്യ എന്ന് പറയുന്നത് 1 ആണ്. കാർബൺ ആണെങ്കിൽ ആറ്റോമിക സംഖ്യ 6 ആണ്. നൈട്രജൻ ആണെങ്കിൽ ആറ്റോമിക സംഖ്യ 7 ആണ്. ഓക്കെ, ഹൈഡ്രജൻ അല്ലെ, ഹൈഡ്രജൻ ഹീലിയം എങ്ങനെയാ നമ്മൾ അതിന്റെ ആറ്റോമിക നമ്പർ പഠിക്കുന്ന? ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഓർഡർ അനുസരിച്ചിട്ട്. ഫ്ലൂറിന്റെ എത്രയാണ്? ഫ്ലൂറിനാണെങ്കിൽ അത് 9 ആയിരിക്കും. ഓക്സിജൻ ആണെങ്കിൽ എത്രയാണ്? 8 ആണ്. നൈട്രജൻ ആണെങ്കിൽ അത് എത്രയാണ്? 7 ആണ്. ബോറോൺ എത്രയാണ്? ബോറോൺ ബി എന്ന് പറയുന്ന 5 ആണ് ബോറോൺ വരുന്നത്. നിയോണിന്റെ ആറ്റോമിക നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ അത് 10 ആണ്. ആറ്റോമിക സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പഠിച്ചു വെച്ചോ. ആറ്റോമിക സംഖ്യ 8 എന്ന് പറയുന്നത് എന്തിന്റേതാണ്? ഓക്സിജന്റേതാണ്. 15 + 33 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 12 ഡിവൈഡ് ബൈ 3 മൈനസ് 10 എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്താണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്? ബോഡ് മാസ് റൂൾ ആണ് അല്ലെ. ഇങ്ങനെ പ്ലസ് മൈനസ് എല്ലാം മിക്സ്ഡ് ആക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്താണ്? ബോഡ് മാസ് ആണ്. ബോഡ് മാസ്. അതിൽ എന്താണ് പറയുന്നത്? ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് വേണം ആദ്യം ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? 15 + 33 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആദ്യം ചെയ്യണം 12 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 മൈനസ് 10 വരും. നിങ്ങൾ ആദ്യമൊക്കെ ബോഡ് മാസ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ചെയ്ത് നോക്കണം. അല്ലാതെ നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ കുറച്ചൊക്കെ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത് വന്നിട്ട് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്താൽ എന്താകും? വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് തെറ്റില്ലാതെ ചെയ്യാൻ പറ്റും. പക്ഷെ ആദ്യം തന്നെ നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്താൽ തെറ്റ് വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ എഴുതാം 12 ഡിവൈഡ് ബൈ 3 എത്രയാണ്? ആൻസർ 4 ആണ്. പിന്നെ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ബ്രാക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഡിവിഷൻ ആണ്. സോ 33 ഡിവൈഡ് ബൈ 11 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? ആൻസർ 3 ആണ്. ഇൻറ്റു 4 മൈനസ് 10. ഇവിടെ എന്ത് വരും? 3 വരും. ഇനി എന്താ ചെയ്യേണ്ടത്? 15 + 3 ഇൻറ്റു 4 മൈനസ് 10. അതായത് ഇവിടെ എന്ത് വരും? 15 + 3 ഇൻറ്റു 4 എന്ന് പറയുന്നത് 12 ആണ്. മൈനസ് 10 വരണം. ഓക്കെ, 15 + 12 എന്ന് പറയുന്നത് 27 ആണ്. മൈനസ് 10 എന്ന് പറയുമ്പോൾ ആൻസർ ആയിട്ട് വരേണ്ടത് 17. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 36 സ്ക്വയർ ഡിവൈഡ് ബൈ 6 സ്ക്വയർ. അപ്പൊ 36 എന്ന് പറയുന്നതിനെ നമുക്ക് ഈസിലി നമുക്ക് എഴുതാനായിട്ട് പറ്റും എന്തെന്ന്? അത് 6 സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 സ്ക്വയർ എന്ന് വരും. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? എ ഇൻറ്റു എ. അപ്പൊ 6 സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? 6 സ്ക്വയർ 2 തവണ എഴുതണം. ഡിവൈഡ് ബൈ 6 സ്ക്വയർ എന്ന് വരും. ഇതും ക്യാൻസൽ ആയി പോകും. ആൻസർ ആയിട്ട് വരേണ്ടത് 6 സ്ക്വയർ ആണ്. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 ആണ്. അതല്ല എങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 6 സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? എ പവർ എം ദി ഹോൾ പവർ എൻ എന്ന് പറയുന്നത് എ പവർ എം ഇൻറ്റു എൻ ആണ്. അതായത് 2 ഇൻറ്റു 2 6 പവർ 4 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത്? 6 പവർ 4 ഡിവൈഡ് ബൈ 6 സ്ക്വയർ എന്ന് വരും. ഇനി നമുക്ക് അടുത്തൊരു ഐഡന്റിറ്റി ആണ്. എ പവർ എം ഡിവൈഡഡ് ബൈ എ പവർ എൻ എന്ന് പറഞ്ഞാൽ എ പവർ എം മൈനസ് എൻ ആണ്. സോ ആൻസർ എത്ര വരും? 6 പവർ 4 മൈനസ് 2. ആൻസർ എത്രയാണ്? 6 സ്ക്വയർ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 ആണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. നെക്സ്റ്റ് നോക്കാം. √0.444 എന്നതിനെ ദശാംശ രൂപത്തിൽ എഴുതുക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. 0.444 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇവിടെ എന്താണ്? അല്ല, റെക്കറിങ് ആണ്. അതായത് 4 റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് എഴുതാൻ മതി? 4/9 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അതേപോലെ 0.222 എന്നാണെങ്കിൽ ഇതിന് എന്ത് എഴുതാം? 2/9 എന്ന് എഴുതാം. ഇനി 0.3333 എക്സെട്ര ആണെങ്കിൽ ഇവിടെ എന്ത് എഴുതാം? 3/9 എന്ന് എഴുതാം. ഓക്കെ, ഈ ഒരു പാറ്റേണിലാണ് എന്ത് പോകേണ്ടത്. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? √0.444 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്ത് എഴുതാം? √0.444നെ നമുക്ക് 4/9 എന്ന് എഴുതാം.
ഓക്കെ ആണല്ലോ. അപ്പൊ √4 എന്ന് പറഞ്ഞാൽ ആൻസർ 2 ആണ്. √9 എന്ന് പറഞ്ഞാൽ ആൻസർ 3 ആണ് അല്ലെ. √25 ആൻസർ 3 ആണ്, 5 ആണ്. √4 ആൻസർ 3 ആണ്, 2 ആണ്. √9 ആൻസർ 3 ആണ്, 3 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? രണ്ടിന്റെയും റൂട്ട് എടുത്ത് ആൻസർ എന്ത് എഴുതി? 2/3 എന്ന് എഴുതി. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാം? 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 0.0 6 3 18. ഓക്കെ, 2 വരും. അഗെയിൻ ഇവിടെ എന്താണ്? 0 ആണ്. 6 18 വരും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. സോ ആൻസർ വരേണ്ടത് 0.6666 എന്ന അങ്ങനെ ഒരു പാറ്റേണിൽ പോകും. ഓക്കെ, അതല്ല എങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ ഈ ഒരു 9ന്റെ മൾട്ടിപ്പിളിലേക്ക് എത്തിക്കാനായിട്ട് ഇവിടെ എന്ത് ചെയ്താൽ മതി? 2 അല്ലെ, ഇവിടെ എന്ത് വേണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പോൾ ഇവിടെ എന്ത് വരും? 6/9 എന്ന് കിട്ടി. 6/9 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു സംഭവം തിരിച്ചിരുന്നല്ലേ? 6/9 എന്ന് പറഞ്ഞാൽ 0.6666 ആണ് വരേണ്ടത്. 7/9 എന്ന് പറഞ്ഞാൽ 0.777 ആണ്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പെട്ടെന്ന്, അതായത് ഈ ഒരു ഐഡിയ ഇല്ലാത്തവരൊന്ന് ചുറ്റിച്ചു കളയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 0.666 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 1.5 സ്ക്വയർ ഇൻറ്റു 0.2 സ്ക്വയർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്കറിയാം 1.5 നമുക്ക് പറയുന്നത് ഒരു സംഖ്യയുടെ പോയിന്റ് തന്നിട്ട് ആ ഒരു സംഖ്യയുടെ സ്ക്വയർ എടുക്കുമ്പോൾ ആൻസറിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? 15ന്റെ സ്ക്വയർ നമുക്കറിയാം 225 ആണെന്ന്. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ആണുള്ളതെങ്കിൽ അതിന്റെ സ്ക്വയർ കാണുമ്പോൾ നമുക്ക് എന്ത് വേണം? പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് വേണം. ഓക്കെ, സ്ക്വയർ വരുമ്പോൾ എത്രയാണ്? അതിന്റെ ഉള്ളിൽ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ടെങ്കിൽ ആൻസറിൽ വരുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 4 ഡിജിറ്റ് വേണം, അതിന്റെ ഇരട്ടി വേണം. ഓക്കെ, അപ്പൊ 1.5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2.25 ആണ്. ഇൻറ്റു 0.2ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. അങ്ങനെയാണെങ്കിൽ 0.2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരും? 0.04. പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ഉണ്ട്, ആൻസറിലേക്ക് വരുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് വേണം. 0.02ന്റെ സ്ക്വയർ ആണെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ആണുള്ളത്. സോ ആൻസറിലേക്ക് വരുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 4 ഡിജിറ്റ് വേണം. ഇങ്ങനെയാണ് ആൻസറിലേക്ക് എത്തേണ്ടത്. അപ്പൊ 0.2 സ്ക്വയർ എന്ന് പറയുന്ന ആൻസർ എത്രയാണ്? 0.04 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 225നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 900 എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ പോയിന്റ് കഴിഞ്ഞ് ഇവിടെ എത്രയുണ്ട്? 1 2 3 4. സോ ആൻസറിലേക്ക് എന്ത് വേണം? 4 ഡിജിറ്റ് മാറണം. 1 2 3, ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. സോ ആൻസർ വരേണ്ടത് 0.09. ലാസ്റ്റ് വരുന്ന സീറോസിന് എന്തില്ല? വാല്യൂ ഇല്ല. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 0.09 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 52 കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാം? പറഞ്ഞിരിക്കുന്നത് ഇത്രയാണ്, 52 കിലോമീറ്റർ പെർ അവർ. അതായത് ഒരു മണിക്കൂറിൽ ആ ബസ് എന്താണ്? 52 കിലോമീറ്റർ സഞ്ചരിച്ചാൽ 6 മണിക്കൂർ കൊണ്ട് എത്രയായിരിക്കും? 6 × 52 ചെയ്താൽ മതി. വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല അല്ലെ. അപ്പൊ എന്ത് വരും? 52 × 6, 6 2 12, 2 ശിഷ്ടം 1 വരും. 6 5 30, 30 1 എത്രയാണ്? 31. സോ ആൻസർ എത്ര വരും? 312 കിലോമീറ്റർ ആണ് ആ ബസ് 6 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 0 1 1 2 3 5 8 നമ്മുടെ സീരീസ് കാണുന്നവർക്കാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ മനസ്സിലാവും അല്ലെ. ഫിബൊനാച്ചി സീരീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇത് രണ്ടും കൂടി കൂട്ടി ഇവിടെ എഴുതി, ഇത് രണ്ടും കൂടി കൂട്ടി ഇവിടെ എഴുതി. 2 + 1 3, 3 + 2 5, 5 + 3 8, 8 + 5 13. സോ നെക്സ്റ്റ് സംഖ്യ എന്താണ്? 13 ആണ് നെക്സ്റ്റ് സംഖ്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഒരാൾ 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങി. അത് വിൽക്കുമ്പോൾ 12% ലാഭം ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. എങ്കിൽ എത്ര രൂപയ്ക്കാണ് നാളികേരം വിൽക്കേണ്ടത്? നമുക്ക് 2 തരത്തിൽ നമ്മൾ ചെയ്യാം. അതായത് 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങി എന്ന് പറയുമ്പോൾ 100% ഈ പറയുന്ന 1200. 12% ലാഭം എന്ന് പറയുമ്പോൾ 12% കൂട്ടണം. അപ്പൊ 112% എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 2 എണ്ണം ഉള്ളതിനെ എന്ത് ചെയ്യണം? ഗുണിക്കണം. ഒരെണ്ണം ഉള്ളതിനെ ഹരിക്കണം അല്ലെ. 0 0 വെട്ടിപ്പോകും. 112 × 12 എന്ന് പറയുമ്പോൾ എത്ര വരും? 112 × 12. 2 × 2 4, 1 2 2, ഇവിടെയും 2 വരും.
ഇനി അടുത്ത എത്രയാണ് 2 1 1 എന്ന് വരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 4 3 1. 1344 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അയാൾക്ക് അതിന്റെ എന്ത് കിട്ടും? 12% ലാഭം കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പറയുന്ന 1200ന്റെ 12% കണ്ടുപിടിച്ചാൽ മതി. കട്ടായി പോകും. എത്ര വരും? 144 രൂപയാണ് 1200ന്റെ 12%. 1200നോട് ഈ പറയുന്ന 144 കൂട്ടിയാൽ മതി 1344 രൂപ. അങ്ങനെയും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 2 1/2 മൈനസ് 1/8 മൈനസ് 1/16ന്റെ ആൻസർ എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്ന നമ്പർ എന്താണ്? മിക്സഡ് ഫ്രാക്ഷൻ, മിശ്ര ഭിന്നമാണ്. നമ്മൾ അതിനെ നോർമലിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 2 1/2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 പ്ലസ് 1 ഇത് തമ്മിൽ ഗുണിക്കുക, ഇത് കൂട്ടുക, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 5/2 എന്ന് വരും. ഇതൊക്കെ നിങ്ങൾ ഇപ്പോഴാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. എക്സാം ഹാളിൽ നിങ്ങൾ ഡയറക്റ്റ് നോക്കണം. 2 × 2 4, 4 + 1 5, 5/2 എന്ന് എഴുതാൻ പറ്റണം. മൈനസ് 1/8 മൈനസ് 1/16. ഇതെല്ലാം നമുക്ക് ഏറ്റവും വലിയ നമ്പറായ 16ലേക്ക് എത്തിക്കാൻ എളുപ്പമുണ്ട് അല്ലേ? സോ ഇവിടെ എന്ത് ചെയ്യണം? 8 കൊണ്ട് ഗുണിക്കണം. മുകളിലും താഴെ 8 കൊണ്ട് ഗുണിച്ചാൽ അത് എന്തായിട്ട് മാറി? 8 5 40/16 എന്ന് വരും. ഇവിടെ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ എന്ത് വരും? മൈനസ് 2/16 എന്ന് വരും. മൈനസ് 1/16. ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ഒരു തവണ എഴുതിയാൽ മതി. 40ൽ നിന്ന് 2 കുറച്ചാൽ 38 വരും അല്ലെ? 38ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 37. ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി 37/16 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി 11 വയസ്സ്. 35 കുട്ടികളുടെ ശരാശരി വയസ്സ്. തുക എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? തുക എന്ന് പറയുന്നത് എണ്ണം ഇൻറ്റു ശരാശരിയാണ്. ഓക്കെ, എണ്ണം എന്ന് പറയുന്നത് 35 കുട്ടികളുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 35 × 11 ചെയ്താൽ മതി. എത്ര വരും? 385 ആണ് തുക എന്ന് പറയുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ടീച്ചറെയും കൂടി കൂട്ടി. അപ്പൊ എണ്ണം എന്തായി? ഒരാൾ കൂടി. 35 മാറി 36 ആയി. ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിക്കണം. ചിലപ്പോൾ പറയുന്ന ഒരാൾ മാറി, അല്ലെങ്കിൽ ഒരാൾക്ക് പകരം, എങ്ങനെയൊക്കെ പറയും. പകരമാണെങ്കിൽ എന്താണ്? അവിടെ എണ്ണത്തിന് വ്യത്യാസം വരുന്നില്ല. ഇവിടെ ടീച്ചറെയും കൂടി അവിടെ ആഡ് ചെയ്യുവാണ്. സോ അവിടെ എന്ത് ചെയ്തു? എണ്ണത്തിന് വ്യത്യാസമുണ്ട്. 36 × 12 ചെയ്ത് നോക്കാം നമുക്ക്. എത്ര കിട്ടും? 420 കിട്ടും. 36 × 12 ചെയ്താൽ പറയുന്ന 420ൽ നിന്ന് ഈ പറയുന്ന 385 കുറച്ചാൽ മതി ടീച്ചറുടെ വയസ്സ് കിട്ടാനായിട്ട്. 420 അല്ല, 36 × 12 എന്ന് പറയുന്നത് 432 ആണ്. 432 ആണ്. ഓക്കെ, അപ്പൊ 432ൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഈ പറയുന്ന 385 മൈനസ് ചെയ്യണം. 12ൽ നിന്ന് 5 കുറച്ചാൽ 7 വരും. ഇവിടെ എത്രയാണ്? 2. 12 12ൽ നിന്ന് 8 കുറച്ചാൽ 4 വരും. 47 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി. 432 മൈനസ് 385 ചെയ്താൽ ആൻസർ കിട്ടും 47 എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ലസാഗു LCM കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണ്? 1 3 5 7 9. ഇത്രയുമാണ് നമ്മുടെ ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത്. അതിന്റെ LCM കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് 3ന്റെ മൾട്ടിപ്ലൈ ആയിട്ട് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. സോ 3 എടുക്കുക. ഇവിടെ ഒരു തവണ, ഇവിടെ എന്താണ്? 1, ഇവിടെ 5, ഇവിടെ 7, ഇവിടെ എത്രയാണ്? 9ൽ എത്ര തവണയുണ്ട്? 3 തവണ. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പൊ LCM എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 × 5 × 7 × 3 ആയിരിക്കും. 3 × 3 9, 9 × 5 എന്ന് പറയുന്നത് 45 ആണ്. 45 × 7 എന്ന് പറയുമ്പോൾ 7 5 35, ശിഷ്ടം 3 വരും. 7 4 28, 28 + 3 എന്ന് പറയുന്നത് 31, 315 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. കേരളയുടെ കോഡ് JFQBKB ആയാൽ ഒഡീഷയുടെ കോഡ് എത്ര? അപ്പൊ നമുക്ക് മനസ്സിലായി. കേരളക്ക് അവരൊരു കോഡ് തന്നിട്ടുണ്ട്. എന്താണ്? JFQBKP. നോക്കാം നമുക്ക് എന്താണിതെന്ന്. നമുക്കറിയാം ജെ കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പറാണ് കെ അല്ലേ? അപ്പൊ കെക്ക് തൊട്ട് മുന്നേയുള്ള നമ്പറാണ്. 1 കുറച്ചാണ് എഴുതിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പറാണല്ലോ. ഇയിൽ നിന്ന് 1 കൂട്ടിയാണ് എഴുതിയിരിക്കുന്നത്. ക്യൂവ് അല്ലെ? 6ന് തൊട്ട് മുമ്പുള്ള നമ്പറാണ്. 1 കുറച്ചെഴുതി. ഇവിടെ എന്ത് എഴുതി? 1 കൂട്ടി എഴുതി. ഇവിടെ 1 കുറച്ചെഴുതി. ഇവിടെ 1 കൂട്ടി എഴുതി.
ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒന്ന് കുറച്ച് ഒന്ന് കൂട്ടി ഒന്ന് കുറച്ചാണ് എഴുതിയിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒഡീഷ വേണം. ഒഡീഷ. എന്താ ചെയ്യേണ്ടത്? ആദ്യം ഒന്ന് കുറച്ചെഴുതണം. എന്ത് വരും? n വരും. അപ്പൊ n ആണ് ആദ്യം ഒന്ന് മനസ്സിലായി. സോ ഇത് രണ്ടും അങ്ങ് വെട്ടിക്കോ. ഇനി എന്താണ് നമുക്ക് നോക്കേണ്ടത്? NEHT വരെയും കോമൺ ആണ്. ലാസ്റ്റത്തെ ഇസഡും ഐ ആണോ നോക്കുക, അല്ലെങ്കിൽ GB ആണോ നോക്കുക. അത്രയും നമുക്ക് ചെക്ക് ചെയ്താൽ മതി. ഫുള്ള് നോക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഇവിടെ എന്ത് എഴുതി? ഒന്ന് കുറച്ചു, ഇവിടെ ഒന്ന് കൂട്ടി, ഇവിടെ ഒന്ന് കുറയ്ക്കണം, ഇവിടെ ഒന്ന് കൂട്ടണം, ഇവിടെ ഒന്ന് കുറക്കണം, ഇവിടെ ഒന്ന് കൂട്ടുവാണ് വേണ്ടത്. എനോട് ഒന്ന് കൂട്ടുമ്പോൾ ബി ലാസ്റ്റ് വന്ന് ഏതാണ്? ഓപ്ഷൻ എ. അല്ലാതെ ഇവിടെ ഇരുന്ന് എല്ലാം ഓരോന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. NEHT വരെയും ഇവിടെ കോമൺ ആണ്. സോ നെക്സ്റ്റ് ഉള്ള നമ്പർ ഐ ആണോ ജി ആണോ അല്ലെങ്കിൽ ലാസ്റ്റ് ബി ആണോ ഇസഡ് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ അനുവിന്റെ റാങ്ക് 20 ആണ്. അപ്പൊ ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്. അനുവിന്റെ റാങ്ക് എന്ന് പറയുന്നത് 20ാമതാണ് അനു നിൽക്കുന്നത്. അവസാന റാങ്കിൽ നിന്ന് അനുവിന്റെ സ്ഥാനം പുറകിൽ നിന്ന് എത്രയെന്നാ ചോദിച്ചിരിക്കുന്ന. മൊത്തം എത്ര പിള്ളേരുണ്ട്? 50 കുട്ടികളുണ്ട്. ഇവിടം വരെ 20 ആണെങ്കിൽ ബാക്കി എത്ര പേരുണ്ട്? 30 പേരുണ്ട്. പക്ഷെ അനുവിന്റെ സ്ഥാനം ചോദിച്ചാൽ അനു കഴിഞ്ഞിട്ടാണ് 30 പേര്. സോ അനുവിനെയും കൂടി ഉൾപ്പെടുത്തി എത്രയായിരിക്കും അനുവിന്റെ സ്ഥാനം എന്ന് പറയുന്നത്? 31 ആയിരിക്കും. അവിടെ തെറ്റിപ്പോരുത്. ഈ 31, 30 ഇതിലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ തെറ്റിപ്പോകുന്നത്. അപ്പൊ എന്താണ് ആൻസർ? 31 ആണ്. അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ലെഫ്റ്റ് പ്ലസ് റൈറ്റ് മൈനസ് 1 ആണ്. ഇവിടെ ടോട്ടൽ തന്നിട്ടുണ്ട് 50 ആണെന്ന്. ലെഫ്റ്റിൽ 20 ആണെങ്കിൽ റൈറ്റിൽ നിന്ന് എത്രയെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ 50 മൈനസ് 19 റൈറ്റ് എന്ന് വരും. 31 ആണ് റൈറ്റിൽ നിന്നുള്ള റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 5:126 9 എത്രയെന്ന് വെച്ചിരിക്കുന്ന നമുക്കറിയാം 5. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം ഇത് 5ന്റെ ക്യൂബിനോട് അടുത്തൊരു നമ്പർ ആണ്. 5ന്റെ ക്യൂബ് 125 ആണ്. അതിനോട് ഒന്ന് കൂട്ടിയാണ് ഈ പറയുന്ന 126 എഴുതിയിരിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 9 ആണ്. ഇവിടെ 9ന്റെ ക്യൂബിനോട് ഒന്ന് കൂട്ടണം. 9ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 729 ആണ്. അതിനോട് ഒന്ന് കൂട്ടുമ്പോൾ 730 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. 146, 156, 176, 196. ഇത് ശരിക്കും പറഞ്ഞത് പല പല ലോജിക്കുകൾ വരും. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പ്ലസ് ഈക്വൽ ടു ഇൻറ്റു ആണ്. പ്ലസ് എന്ന് കാണുന്നിടത്ത് നമ്മൾ എന്ത് കൊടുക്കണം? ഇൻറ്റു കൊടുക്കണം. അപ്പൊ ഇവിടെ എന്ത് വന്നു? 5 + 6 ഡിവൈഡഡ് ബൈ 6 -2 × 10 ഇതാണ് തന്നിരിക്കുന്നത്. പ്ലസ് ഉള്ളിടത്തൊക്കെ എന്ത് ചെയ്യണം? ഇൻറ്റു ഇട്ട് കൊടുക്കണം. ഡിവിഷൻ ഉള്ളിടത്ത് എന്തിട്ട് കൊടുക്കണം? പ്ലസ് ഇട്ട് കൊടുക്കണം. മൈനസ് ഉള്ളിടത്ത് എന്തിട്ട് കൊടുക്കണം? മൈനസ് ആണെങ്കിൽ ഡിവിഷൻ ഇട്ട് കൊടുക്കണം. ഇൻറ്റു ഉള്ളിടത്ത് എന്ത് കൊടുക്കണം? -10. ഇതാണ് നമ്മുടെ പുതിയ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം ബോർഡ് മാസ് അപ്ലൈ ചെയ്യണം. ഇവിടെ എന്താണ്? 5 × 6 30 വരും. പ്ലസ് ഇവിടെ എന്താണ്? ഡിവിഷൻ അപ്ലൈ ചെയ്യണം. 6 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. -10 വരും. ഓക്കെ, ഇനി എന്താണ് ഇവിടെ വരേണ്ടത്? 33 - 10 എന്ന് വരും. 33 - 10 എന്ന് വരും. ആൻസർ എത്ര കിട്ടും? 23. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 2/3 + x എന്ന് പറയുന്നത് 5/6 ആയാൽ x-ന്റെ വില എത്ര? നമുക്ക് x-നെ അവിടെ നിർത്താം. ഇവിടെ ഒരു 5/6 ഉണ്ട്. ഈ 2/3 എന്ത് ചെയ്യുക? നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. പ്ലസ് ആയത് ഇപ്പുറം വരുമ്പോൾ മൈനസ് ആകും. ഇനി ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു അല്ലെ. 3 2 6 കിട്ടി. ഇവിടെ എന്ത് കിട്ടി? 5/6 - 4/6 എന്ന് കിട്ടും. 5ൽ നിന്ന് 4 കുറച്ചാൽ 1. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഒരു തവണ എഴുതിയാൽ മതി. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി 1/6 ആണ്. ഒരാൾ നേർരേഖയിൽ 5 മീറ്റർ കിഴക്കോട്ടും തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി 12 മീറ്റർ വടക്കോട്ടും നടന്നു. അപ്പൊ നമുക്ക് ആദ്യം എന്തറിയണം? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇതാണ് നമ്മുടെ കിഴക്ക് പടിഞ്ഞാറക്കം. പറഞ്ഞിരിക്കുന്നത് എന്താണ്? 5 മീറ്റർ അയാൾ കിഴക്കോട്ട് നടന്നു. ഓക്കെ, നേർരേഖയിൽ ലംബമായി, ലംബം എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി തിരിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്തു? 12 മീറ്റർ വടക്കോട്ട് നടന്നു. ഇനി അയാൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം, ഇതിനെയാണ് നമ്മൾ പൈതഗോറസ് തിയറം, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. എന്താണ് ചെയ്യേണ്ടത്? വലിയ വശം ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ
എന്താണ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയും. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നതാണ് അല്ലെ. മട്ടത്രികോണത്തിന്റെ കർണം കണ്ടുപിടിക്കാൻ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ചെയ്താൽ മതി. അതായത് 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ചെയ്യുക റൂട്ട് ഓഫ് 25 പ്ലസ് 144 എന്ന് വരും. റൂട്ട് 169 എന്ന് വരും. 169 എന്ന് പറയുന്നത് 13ന്റെ റൂട്ടാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 5, 12, 13 അതൊരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. പഠിച്ചു വെക്കുക. പൈതഗോറിയൻ ട്രിപ്ലറ്റ്സിനെ പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. പുസ്തകങ്ങൾ ലൈബ്രറി ആണെങ്കിൽ സിനിമ, പുസ്തകങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്നത് ലൈബ്രറി ആണ് അല്ലെ. പുസ്തകങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ പോകും? ലൈബ്രറി പോകും. അതേപോലെ സിനിമ നമ്മൾ കാണണമെങ്കിൽ നമ്മൾ എവിടെ പോകണം? തിയേറ്ററിൽ പോകണം. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. എയുടെ അമ്മയാണ് ബി. ഓക്കെ, എയുടെ അമ്മയാണ് ബി എന്ന് പറയുന്നത്. ഇതാണ് മദർ. ബിയുടെ അമ്മയാണ് സി. ഓക്കെ, സി എന്ന് പറയുന്നത് ബിയുടെ അമ്മയാണ്. സിയുടെ മകനാണ് ഡി. സിയുടെ മകനാണ് ഡി. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? സിയുടെ 2 മക്കളാണ്, ഒന്ന് ബിയും ഒന്ന് ഡിയും. ഇത് ബിയുടെ മകൻ എ എന്ന് പറയുന്നത്. എങ്കിൽ എയുടെ ആരാണ് ഡി? ഇതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അമ്മയുടെ ആങ്ങള. അമ്മയുടെ ആങ്ങള എന്ന് പറയുമ്പോൾ ആരായിരിക്കും അവിടെ? അമ്മാവനാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. മനുവിന് ബിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? വിനുവിനേക്കാൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിനുവിന്റെ വയസ്സ് നമ്മൾ എന്താക്കി കൊടുത്തു? എക്സ് ആക്കി കൊടുത്തു. മനുവിന്റെ വയസ്സ് എന്താക്കി കൊടുത്തു? എന്താ പറഞ്ഞിരിക്കുന്നത്? മനുവിന് വിനുവിന്റെ വയസ്സിനേക്കാൾ 10 കൂടുതലാണ്. അടുത്ത വർഷം, തൊട്ടടുത്ത വർഷം എന്തായിട്ട് മാറും? വിനുവിന്റെ വയസ്സ് എന്ന് പറയുന്നത് x+1 ആണ്. 5 ആണെങ്കിൽ 6 വയസ്സാകുമല്ല. ഇവിടെ എന്താ? മനുവിന്റെ വയസ്സ് x+11 ആകും. അതെന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? അടുത്ത വർഷം മനുവിന്റെ പ്രായം എന്ന് പറയുന്നത് വിനുവിന്റെ പ്രായം x+1 അല്ലേ, അതിന്റെ 2 മടങ്ങായിരിക്കുമെന്ന്. സോ x+11 എന്ന് പറയുന്നത് 2x+2 വരും. ഇവിടെ എന്താ വരേണ്ടത്? 2x - x എന്ന് പറയുന്നത് 11 - 2. 2xൽ നിന്ന് x കുറച്ചാൽ x കിട്ടും. 11 - 2 എന്ന് പറഞ്ഞാൽ 9 ആണ്. ബിനുവിന്റെ പ്രായം 9 ആണെങ്കിൽ മനുവിന്റെ പ്രായം 19. ഓക്കെ അല്ലേ? തൊട്ടടുത്ത വർഷം 10ഉം 20ഉം കണ്ട ഇരട്ടിയാണ്. അപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്? ആരുടെ വയസ്സാ ചോദിച്ചിരിക്കുന്നത്? ഇപ്പോൾ മനുവിന്റെ പ്രായം എത്രയാണ്? 19. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ,